Praise the Lord. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഒരിക്കൽ കൂടി എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी जनों को प्रेम का वंदना. ഒരു ദിവസം കൂടി കർത്താവ് കൃപയാൽ നമുക്ക് ദാനമായി നൽകി. हमको और एक दिन प्रभु ने दान स्वरूप दिया है. നമ്മളിങ്ങനെ കർത്താവിന്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. हम लोग प्रभु का आगमन में निकट पहुंचते जा रहे हैं. അടുക്കുന്തോറും പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വർദ്ധിക്കുമെന്ന്. जितना हम लोग निकट आते रहेंगे उतना तकलीफ और क्लेश बढ़ते रहेगा. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, आप सब लोग जानते हैं ना. 2 തിമോത്തി 3:1-2 വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക, മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും. दूसरा तिमोथी 3 का 1 और 2 पढ़ेंगे. पर यह स्मरण रख कि अंतिम दिनों में कठिन समय आएंगे, क्योंकि मनुष्य स्वार्थी. बस वहाँ पर मनुष्य स्वार्थी यानी स्वयं को प्रेम करने वाले रहेंगे. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. बाकी का नीचे के बातें आप लोग जानते हैं. അപ്പോൾ ഈ ദിവസങ്ങൾ കർത്താവിന്റെ വരവ് അടുക്കും തോറും മനുഷ്യരിലൊരു സ്വാർത്ഥ സ്വഭാവം വർദ്ധിക്കും. यानी कि जैसे ही प्रभु का दिन निकट आते रहेगा मनुष्य स्वार्थी बढ़ते रहेंगे. അപ്പോൾ നമ്മൾ വിശ്വാസികളെന്ന നിലയ്ക്ക് നമുക്ക് അനേകം നല്ല കർത്തവ്യങ്ങളെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്. इसके लिए एक विश्वासी होने के नाते हमें प्रभु ने बहुत जिम्मेदारी दिया है. അതിലൊരു കാര്യം എന്താ അറിയാമോ? उसमें से एक बात क्या है? ഫിലിപ്പിയർ 2:4 ഫിലിപ്പിയോ 2:4 में हम पढ़ते हैं. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കട്ടെ. 2:4 पढ़ेंगे. फिलिपियो हर एक अपने ही हित की नहीं वरन दूसरों के हित की भी चिंता करे. അപ്പോൾ അല്ലല്ല ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. तो इस रीति का स्वभाव से एक अलग स्वभाव का समय पर हम जी रहे हैं. ഇന്ന് അധികം പങ്കും ആൾക്കാർ അവരവരുടെ കാര്യത്തിൽ മാത്രം അവര് ശ്രദ്ധാലുക്കളാണ്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. आज अधिकतर लोग हम देखते हैं कि सब लोग अपने इच्छाओं पर या अपना जो पसंद की बातों में वो लोग समय बिताते हैं. दूसरों के विषय में चिंता करने के लिए समय उनके पास नहीं है. എന്നാൽ നമ്മൾ ഒരു സഭാജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം, രക്ഷിക്കപ്പെട്ട ശേഷം, നമുക്ക് എപ്പോഴും നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും അറിയുവാനും അവർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. लेकिन हमेशा जब हम कलीसिया के नाम में जब इकट्ठा होते हैं समय में हमारे सब भाइयों के विषय में चिंता करना, उनके बारे में सोचना, ये एक अच्छी बात है. ऐसा होना चाहिए. ഇന്ന് ഈ ലോക്ക്ഡൌൺ ആയിട്ട് നമുക്ക് പരസ്പരം ഒന്ന് ഫോൺ ചെയ്തെങ്കിലും മറ്റവരുടെ അവസ്ഥയെക്കുറിച്ച് അറിയാണ്ട് കഴിയുന്നുണ്ടോ? क्या हम अभी एक लॉकडाउन का अवस्था परिस्थिति में है, इसके लिए हम दूसरों को विषय में भाइयों के विषय में चिंतित होकर उनको कम से कम फोन करके पूछने हो पा रहे हैं कि आप लोग कैसे हो जानने के लिए. പലരും സൂം മീറ്റിങ്ങിൽ പോലും ഒന്ന് കാണാൻ കൂടെ ഇല്ല, എന്നിട്ട് പോലും ഒരു ഫോൺ ചെയ്യാൻ പോലും ഉള്ള ഒരു ഉത്സാഹമില്ല. बहुत लोगों को जूम मीटिंग में भी जब इकट्ठा होते हैं समय में उन लोग मिलने होता नहीं है और फोन करेगा तो भी वो लोग रहते नहीं है. അപ്പോൾ നമ്മൾ പല നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങളിലൂടെയും വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് യാതൊരു ചിന്തയില്ല. तो हमें हमेशा हमारा स्वभाव से या हमारा आदत से हम एक बात बताते हैं कि हमें दूसरों के बारे में चिंता नहीं है. ദൈവങ്ങളെ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മറ്റുള്ള സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നോക്കണം. ഒന്ന് ഫോൺ ചെയ്ത് അതിന് വലിയ നഷ്ടമോ ചെലവോ വരുന്നില്ല. എങ്ങനെയുണ്ട് കർത്താവിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് ചോദിക്കുക. इसलिए प्रियो कम से कम हफ्ते में एक बार आप लोग थोड़ा प्रयास करके दूसरे भाइयों को आप फोन कर जानिए कि दूसरे भाई लोग सब कैसे हैं करके उस अवस्था के लिए आप लोग यत्न करें. നിങ്ങൾക്ക് എല്ലാവരുടെയും വീട്ടിൽ പോകാനായിട്ട് കഴിയില്ലായിരിക്കാം. आप लोग को शायद सब लोगों के घर में जाने आप लोग को नहीं हो पाएगा. എന്നാൽ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും ഫോൺ നമ്പർ ഉണ്ട്. लेकिन आप लोगों के पास सबका फोन नंबर है. ആ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ച് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം തോന്നും. उस फोन नंबर से एक बार फोन करेंगे तो और उनसे बात करेंगे तो उनको बहुत अच्छा लगेगा. ചിലർക്ക് അവർക്ക് വിളിക്കാനായിട്ട് അവരെ വിളിച്ചോണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അവരെ വിളിക്കാല, അവരെ വിളിച്ചോണം. അവർ നമ്മളെ വിളിക്കും എന്ന് പറഞ്ഞാല് അവർക്ക് വിളിക്കാൻ മനസ്സില്ല, അവരെ എല്ലാരും വിളിച്ചോണം. तो हम दूसरे कुछ लोगों का चिंता क्या है कि हम किसी को बुलाएंगे नहीं, सब लोग उनको बुलाएंगे. അപ്പൊ ഇതായി സ്വാർത്ഥത. इसी को तो स्वार्थ स्वभाव कहते हैं. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ വിളിച്ച് ചോദിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയണം. हमें हमेशा दूसरों को फोन करके उनको बात करके उनको प्रोत्साहन करने का अवस्था हमें होना चाहिए. അങ്ങനെ നല്ല മനസ്സിലുള്ള അനേകരുണ്ട് കേട്ടോ. इस रीति का अच्छे मन वाले बहुत सारे भाई बहन है हमारे बीच में. എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, इसलिए मैं सबके बारे में नहीं कह रहा. എങ്കിലും അല്ലല്ലേ നമുക്ക് പരസ്പരം ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും അവരുടെ അവസ്ഥകളെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുന്നത്
നന്നായിരിക്കും. इसके लिए बहुत अच्छा होगा यदि अगर हम आपस में एक दूसरे को कम से कम फोन करके उनका विषय जानना कैसा है जानने का विषय जानेंगे तो. അപ്പോൾ ഫിലിപ്പിയ സഭയോട് പറയുമ്പോൾ പൗലോസിനെ പറയാണ് ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. हमने फिलिपियों का पुस्तक 2:4 में पढ़ा कि सब लोग अपना लाभ की बात है या अपना पसंद की बातें ना देखें लेकिन दूसरों का बातों को भी सोचना है. അതേ കാര്യം കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോഴും പൗലോസിനെ പറയുന്നുണ്ട്. यही बात जब कोरिन्थी कलीसिया को जब कहता है അതിന്റെ 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം पहला कोरिन्थी 10:24 में हम पढ़ते हैं ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. അവിടെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. पहला कोरिन्थी 10:24 पढ़ेंगे. कोई अपनी ही भलाई को नहीं वरन दूसरों की भलाई को ढूंढे. हाँ ढूंढे वहाँ पर खोजे दूसरों का भलाई के विषय में खोजना है मन रखना है. ഇന്ന് എത്രയോ പേർ വാസ്തവത്തിൽ ഈ രക്ഷയുടെ അനുഭവം പോലും ഇല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. आज कितने लोग हैं ये उद्धार का अनुभव भी ना होते हुए नष्ट होते जा रहे खोते जा रहे हैं. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ രക്ഷാനുഭവം ഇല്ല. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ് അവരെ ഒരു പ്രാവശ്യം ഒന്ന് അയക്കേ അവരോട് അല്പസമയം ദൈവദിനം പങ്കുവയ്ക്കാം. അതിനുപോലുള്ള ഉത്സാഹം ഞങ്ങൾക്കില്ല. हाँ आज अपने परिवार में ही अपने खुद के बच्चों को उद्धार के विषय में उनको कोई चिंता नहीं वो लोग नष्ट होते जा रहे खोते जा रहे. मैं कितने बार परिवार वालों को प्रोत्साहन करता हूँ कि बच्चों को भेजो हमारे पास ताकि मैं उनको वचन बांट सकूं लेकिन भेजने के लिए किसी के पास समय नहीं है. ദൈവമക്കളെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത്. इसलिए प्रियो हमें अपना जिम्मेदारी ना भूले. കർത്താവിൽ വിശ്വസിക്കാതെ അവർ മരിച്ചു കഴിഞ്ഞാൽ നിത്യാഗ്നിയിലേക്ക് പോകും. अगर प्रभु पर विश्वास नहीं करेंगे और लोग मर गए तो वो लोग अनंत अग्नि में चले जाएंगे. നമുക്ക് അവരുടെ ആത്മാക്കളെ കുറിച്ച് വളരെ ഭാരമുണ്ടായിരിക്കണം. हमें उनका आत्मा के बारे में बहुत बोझ होना चाहिए. ആ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തില് പൗലോസ് പറയുന്ന ഒരു കാര്യം ഞാനും എന്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. पढ़ेंगे पहला कोरिन्थी उसका उसी 10:33 में ही पहला कोरिन्थी 10:33. जैसे मैं भी सब बातों में सबको प्रसन्न रखता हूँ और अपनी नहीं परंतु बहुतों का लाभ ढूंढता हूँ कि वे उद्धार पाए. അപ്പോൾ നമ്മൾ ഏത് നിലയിലും മറ്റുള്ളവരെ നമുക്ക് ചില ആത്മാക്കളെ കൂടെ ഈ നാളിൽ നേടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം നമുക്ക് വേണം. इसके लिए हमें हमेशा हमें आग्रह होना चाहिए किस तरह कुछ लोगों को बचाए कुछ आत्माओं को बचाए. ഈ നാളുകളിൽ ഒരു ആത്മാവ് നേടുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ये समयों में ये दिनों में एक आत्मा को बचाना बोला तो बहुत बड़ा अद्भुत बात है. കാരണം പല നിലകളിൽ പാപം പെരുകിയത് കൊണ്ട് ജനഹൃദയങ്ങൾ വളരെ കഠിനമായിരിക്കുകയാണ്. क्योंकि हम जानते हैं कि परिस्थिति संसार का परिस्थिति अवस्था में देखा जाए तो लोगों का मन और कठोर होते जा रहा है. എന്നാൽ ദൈവത്തിനെല്ലാം കഴിയും. लेकिन परमेश्वर से सब मुमकिन है. നമുക്ക് ദൈവവചനം കേൾപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം. हमें परमेश्वर का वचन सुनाना वो हमारा जिम्मेदारी है. അങ്ങനെയുള്ളവരെ കേട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ കഴിയും. और हाँ जिन लोगों ने वचन सुना है उन लोगों के लिए खास रूप में हम प्रार्थना भी कर सकते हैं. അപ്പോൾ എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇനിയും ആരെങ്കിലും രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും അവരെയും ഈ വചനങ്ങൾ കേൾപ്പിക്കുക ദൈവദാസന്മാരുമായിട്ട് അവർക്ക് ബന്ധപ്പെടാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്യുവാൻ നിങ്ങൾ മറക്കരുതേ. इसलिए मैं सारे परिवार से मेरी विनती है कि अगर आपके परिवार में ऐसा कोई है जो अभी तक उद्धार का रास्ता नहीं जाना हो उनके लिए प्रार्थना करो उनको जगह वचन बांटो और उनको प्रभु के दासों के साथ आप मिलाओ ताकि उनको वचन सुनाकर वो लोग भी उद्धार का रास्ते में प्रवेश कर सके. അപ്പോൾ നമുക്ക് ഈ നാളുകളിൽ നമ്മൾ കേൾപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണ്. इन दिनों में हम लोग जो भी वचन हम सुना रहे हैं वो अनंतता के विषय में बहुत ही गंभीर विषय है. ദൈവമക്കളെ നമുക്ക് നിത്യതയെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകട്ടെ. इसलिए हमें सब लोगों को अनंत काल का विषय के विषय में अच्छा नजरिया रहे. നമ്മുടെ ഈ ചെറിയൊരു ആയുസ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നൽകിയിരിക്കുകയാണ്. ये छोटा सा उम्र हमें अनंतता के लिए तैयार रहने के लिए प्रभु ने हमको बचाया रखा है. അതേ കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. उसी कोरिन्थी का पहला कोरिन्थी 10:23 में हम पढ़ते हैं. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. 10:23 पढ़ेंगे. सब वस्तुएं मेरे लिए उचित तो है परंतु सब लाभ की नहीं. सब वस्तुएं मेरे लिए उचित तो है परंतु सब वस्तुओं से उन्नति नहीं. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ പങ്കുവെക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അത് അവർക്ക് പ്രയോജനമുള്ളതാണ്, രണ്ട് ഇത് ആത്മീയ വർധനവിന് ഉതകുന്നതാണ്. तो हम लोग एक बात देखते हैं कि जब हम दूसरों को जब वचन बांटते समय उद्धार का रास्ते में पहुंचाते समय में पहला वो उसके लिए सहायक करता है, दूसरा उनका आत्मिक उन्नति देता है. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം
മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. इसके लिए हम जब कुछ भी कार्य करते समय में दूसरों के लिए वो लाभदायक है क्या, ये हमें देखना है. മാത്രമല്ല നമ്മൾ ഇടപെടുന്ന വ്യക്തികൾക്ക് ഒരു ആത്മീയമായ ഉന്നതി വർധനമുണ്ടാകണം. और केवल उतना ही नहीं, हम जब लोगों से जब मुठभेड़ करते समय में उनको आत्मिक उन्नति हो रहा है कि नहीं, ये भी हमें देखना है. ഒരു വാക്യം കൂടി ആ കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ 6:12 വായിക്കാൻ ആഗ്രഹിക്കുന്നു. वही कोरिन्थियों का 6:12 में पौलुस एक बात कहता है, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. 6:12 पढ़ेंगे. सब वस्तुएं मेरे लिए उचित तो है, परंतु सब वस्तुएं लाभ की नहीं. सब वस्तुएं मेरे लिए उचित है, परंतु मैं किसी बात के अधीन न हूँगा. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യത്തിന് നേട്ടമാണെന്ന് പറഞ്ഞത് അതിന് അടിമയാകാതെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന നിലയിലുള്ള പ്രവർത്തികൾ ചെയ്യുവാനും അവരുടെ ഉന്നതി കാക്ഷിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുവാൻ കാണുവാൻ നമുക്ക് കഴിയണം. हमें सब बातों को मेरा फायदा होगा बोलकर उस पर अधीन नहीं होना है, लेकिन हमेशा दूसरों को विषय में फायदा होने का जो भी बातें सोचकर लाभदायक हो सके उसमें हमें हमेशा प्रयत्न करना है. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, तो आज मैं आपको जो बोलने का विषय जो उद्देश्य रखा हूँ, അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 20-ാം വാക്യമാണ്. प्रेरितों का कार्य उसका 20वां अध्याय वाक्य 20, Acts 20:20. അപ്പോൾ പിന്നെ അത് വായിച്ച് മനസ്സിലാകണമെങ്കിലും പിന്നെ അതിന്റെ ഞാൻ ആസിയയിൽ അതിന്റെ 18-ാം വാക്യത്തിന്റെ അവസാന ഭാഗം മുതൽ, ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു എന്നും പ്രയോജനമുള്ള ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും. അവിടെ വരെ മതി. എന്നാൽ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം प्रयोजन मरचु वेचिल्ला हाँ, तो उसका 20 का अध्याय का 18 से जब हम पढ़ते समय में, जब मैं आसिया से तुम्हारे साथ था, मैं तुम्हारे बीच में रुका, और 19 से पढ़ना, अर्थात बड़ी दीनता से और आंसू बहा बहाकर और उन परीक्षाओं में जो यहूदियों के षड्यंत्र के कारण मुझ पर आ पड़ी, मैं प्रभु की सेवा करता ही रहा और जो जो बातें तुम्हारे लाभ की थी उनको बताने। बस तो ऐसा षड्यंत्र और इतना बड़ा तंत्र अवस्था में परिस्थिति में बना रहते समय में भी मैं तुमको जो भी लाभदायक है कुछ भी बातें छुपाए नहीं, सब बातें मैंने तुम लोगों को बताया। അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിന്റെ ഹെഡിങ് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ല। तो आज जो विषय है संदेश का, उसका जो शीर्षक वो ये है कि जो भी लाभदायक बात था उसको मैंने छुपाया नहीं। നിങ്ങൾക്ക് ചുരുക്കമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും, പ്രയോജനമുള്ള കാര്യങ്ങൾ। हाँ, यानी कि एक स्पष्ट छोटा बात अर्थ में हम लोग कह सकते हैं कि जो भी लाभदायक बात है, फायदे की बात है। അപ്പോൾ പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്। तो यानी कि जो भी लाभदायक बातें हैं वो बात को हम सोचने जा रहे हैं। അപ്പോൾ നമുക്കറിയാം ഈ സംഭവം പൗലോസില ഏറ്റവും കൂടുതൽ തന്റെ ജീവിതയാത്രയിൽ താമസിച്ച് പ്രവർത്തിച്ച ഒരു സ്ഥലമാണ് എഫേസോസ്। हम जानते हैं कि प्रेरित पौलुस जो सबसे ज्यादा एक जगह पर रुककर ज्यादा प्रयत्न किया वो स्थान है एफेसोस। കാരണം സാധാരണ ഇത്രയും നീണ്ട കാലയളവ് താൻ എഫേസോസിൽ 3 വർഷം പാർക്കുണ്ടായിരുന്നു। सबसे ज्यादा समय जहाँ पर एक जगह पर बसाया एक जगह था एफेसोस, जो लगभग 3 साल पौलुस वहाँ पर था। നമ്മൾ അതിന്റെ 20ന്റെ 31ാം വാക്യം വായിക്കുന്നുണ്ട്। उसका 20 का 31 में हम पढ़ते हैं, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളു। ഇപ്പൊ 3 വർഷം താൻ അവിടെ പാർത്ത് അവരുടെ മധ്യത്തിൽ ശുശ്രൂഷയുണ്ടായി। उसका उधर हम पढ़ते हैं 20 का 31 पढ़ेंगे। स्मरण करो कि मैंने 3 वर्ष तक रात दिन आंसू बहा बहाकर हर एक को चितौनी देना न छोड़ा। അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എഫേസോസിലെ മൂപ്പന്മാരെ മിലേത്തോസിൽ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ സംഭാഷിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു ലാസ്റ്റ് അവസാന മുന്നറിയിപ്പ് എന്ന നിലയിലാണ് നമുക്ക് ഈ ഭാഗങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയുന്നത്। तो हम देखते हैं कि किस तरह पौलुस ने एफेसोस के अध्यक्षों को बुलाकर, मिलेतोस में उन लोगों को बुलाकर उन लोगों को उनसे बात कर रहा है। तो वो बात करते समय में कुछ अंतिम ऐसा बात चल रहा है जैसे कि वो पौलुस का अंतिम संदेश है करके। കാരണം അവര് താൻ അത് പറയുമ്പോൾ അതിന് 25ാം വാക്യത്തിൽ പറയുന്നുണ്ട്, उसका 25वां वाक्य में हम देखते हैं, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു। 25 पढ़ेंगे। अब देखो, मैं जानता हूँ कि तुम सब जिनमें मैं परमेश्वर के राज्य का प्रचार करता फिरा, मेरा मुंह फिर न देखोगे। അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്
ഇതൊരു പ്രകാരത്തിൽ ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് പോലെ അവസാന ലാസ്റ്റ് പിന്നെ ഒരു യാത്രായപ്പ് മീറ്റിംഗ് പോലെ ഉണ്ട്. हाँ, तो मतलब ये क्या हो गया, ये सबसे ये इससे मालूम पड़ता है कि अभी तुम मेरा चेहरा देखोगे नहीं, मतलब उससे मालूम पड़ता है कि एक लास्ट मीटिंग है, मतलब अभी इसके बाद तुम लोग मेरा चेहरा देखोगे नहीं बोल के एक सेंड ऑफ पार्टी जैसा एक अवस्था, यानी कि अभी चलो विदा कर रहे हैं बोलकर उस तरह का मीटिंग था ये. അതുകൊണ്ടായിരിക്കാം നമ്മൾ അതിന്റെ 36 വായിക്കുന്നത്. അത് ഇത് പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു നമ്മൾ കാണുന്നു. എല്ലാവരും വളരെ കരഞ്ഞു. उसका 36 और 37 में पढ़ते समय वहां पर हम देखते कि ये सब बोलकर होने के बाद वो नीचे झुक गया और प्रार्थना करने लगा, सबके साथ प्रार्थना करने लगा. और फिर हम 37 में देखते कि वो लोग सब लोग पौलुस को गले मिलकर रोने लग गए. കാരണം 38 വായിക്കുന്നു, ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ. उसका 38 पढ़ेंगे. वे विशेषकर इस बात से शोकित थे जो उसने कही थी कि तुम मेरा मुंह फिर न देखो. इस बात का कारण मतलब इससे ही मालूम पड़ता है अभी वो लोग आखिरी में अभी नहीं देखने वाले, ये अवस्था हो गया था. അപ്പോൾ പൗലോസ്ലീഹ അവിടെ പറയുമ്പോൾ ഒരു കാര്യം പറയാൻ തനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. हाँ, तो ऐसा परिस्थिति में भी पौलुस वहां पर जब अध्यक्षों को बोलते समय में एक बात वो धैर्य से कहता है, ഞാൻ പ്രയോജനമുള്ളതൊന്നും നിങ്ങളോട് മറച്ചു വെച്ചിട്ടില്ല. मैं आपके बीच में लाभदायक जो भी बातें था वो कुछ भी मैंने छुपाया नहीं. എന്നിട്ട് അതിന്റെ 27 പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. 27 और उसका 27 20 का 27 पढ़ेंगे. क्योंकि मैं परमेश्वर के सारे अभिप्राय को तुम्हें पूरी रीति से बताया. तो परमेश्वर का सारे अभिप्राय को तुमको पूरे रीति से मैंने तुमको बताया. ദൈവമക്കളെ, നമ്മള് കൂട്ടായ്മയിൽ കൂടി വരുന്ന സമയത്ത് നിങ്ങളോട് പറയുന്നതെല്ലാം ഓരോ കാര്യങ്ങളും അത് നിങ്ങളുടെ ഉന്നതിക്ക് നിത്യതയ്ക്ക് വേണ്ടിയുള്ള പ്രയോജനത്തിന് വേണ്ടിയാണ്. അത് ദൈവാത്മ പ്രേരണയാൽ നിങ്ങളോട് പറയുന്നതാണ്. അതുകൊണ്ട് അത് അതുപോലെ അനുസരിക്കാൻ നിങ്ങൾ ഒരുങ്ങണം. इसलिए मैं संगति में हम जब इकट्ठा होते समय में, जब आपको मैं बोलते समय में परमेश्वर के राज्य के बारे में कहता हूँ, जिसमें आपका उन्नति के बारे में है, जो आपका लाभ के लिए है, इसलिए हमेशा सुनने के लिए उसका एक तैयारी होना जरूरी है. അപ്പോൾ നമ്മൾ അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അല്ല അവരിങ്ങനെയല്ലേ ഇവരിങ്ങനെയല്ലേ, അതൊന്നും അല്ല നമ്മൾ നോക്കേണ്ട പ്രിയമുള്ളവരെ. तो जब वचन आपके पास आते समय में ये नहीं सोचना है अरे देखो वो भाई ऐसा नहीं कर रहा, ये ऐसा नहीं कर रहा, मैं ऐसा क्यों करूं, मुझे क्यों ऐसा बोल रहा है, ये सब बातें सोचने का समय नहीं है. तभी ഇത് സഭയോട് പറഞ്ഞതുപോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. इसलिए प्रभु हमेशा कलीसिया के बारे में क्या कहता है, जिसके कान है वो सुने. ദൈവമക്കളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അവരുടെയും കാര്യം നോക്കാതെ ദൈവം നമ്മളെ കേൾപ്പിച്ച കാര്യങ്ങൾ കേട്ടനുസരിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കും. इसके लिए हमें उधर इधर के बातें हम लोग बातें सुनकर वचन से हम लोग फोकस से ना हटे, बल्कि प्रभु का वचन जो कहता है उस पे हम ध्यान लगाकर कान खोलकर सुने. നമുക്ക് നമ്മുടെ സമയം ഇനി നമുക്ക് അധികം സമയം ലഭിക്കുകയില്ല. क्योंकि अभी प्रिय हमको ज्यादा समय अभी नहीं है. ലഭിച്ച സമയങ്ങൾ നമ്മൾ തക്കത്തിൽ മറ്റുള്ള ഉന്നതിക്ക് വേണ്ടി, നമ്മൾ ആത്മീയ വർധനവിന് വേണ്ടി, നിത്യതയുടെ പ്രയോജനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. क्योंकि जितना भी समय अगर हमको मिला है, उपलब्ध है, वो दूसरों के फायदे के लिए, आनंदता की तैयारी के लिए हम इस्तेमाल करना चाहिए. അപ്പോൾ ആർക്കെങ്കിലും നിത്യതയിൽ പ്രതിഫലം കുറഞ്ഞു പോവുകയോ ലജ്ജിക്കേണ്ടി വരികയോ ചെയ്യുന്നെങ്കിൽ ഇവിടെ അതിന് 26 വാക്യത്തിൽ പൗലോസ് പറയുന്ന പോലെ, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. हाँ, तो यदि अगर न्याय के दिन यदि अगर किसी को प्रतिफल कम मिलने का कारण हो गया, तो उसका कारण मैं नहीं, क्योंकि वाक्य 26 पढ़ेंगे, वही 20 का 26. इसलिए मैं आज के दिन तुमसे गवाही देकर कहता हूँ कि मैं सबके लहू से निर्दोष हूँ. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയുന്നത് പറഞ്ഞാല്, ആരെങ്കിലും നശിച്ചു പോകുകയാട്ടെ, അല്ല ആരെങ്കിലും ലജ്ജിച്ചു പോകുകയാട്ടെ, അല്ല ആർക്കെങ്കിലും പ്രതിഫലം കുറഞ്ഞു പോകുകയാട്ടെ, അതിനെല്ലാം കാരണക്കാര് പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി ദൈവത്താൽ ആദരിക്കപ്പെടുവാൻ വേണ്ടതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. इसके लिए मैं आपको गवाही देना चाहता हूँ, यदि कोई नाश हो रहा है, यदि कोई खो बैठ रहा है, या यदि किसी का प्रतिफल जलकर खत्म हो रहा है कि कुछ भी नहीं मिल रहा है, यदि किसी को लज्जा होना पड़ रहा है, तो मैं आप लोगों को एक बात बताना चाहता हूँ, उसका कारण मैं नहीं, क्योंकि मैं आपको लाभदायक होने के लिए, आत्मिक उन्नति के लिए, उस राज्य में आपको प्रतिफल मिलने का जो भी विषय का सब बातें, वो सब बातें मैंने बताया है करके, ये बात मुझे धैर्य से बताने का अवस्था है. നിങ്ങളുടെ മധ്യേ വസിച്ചുകൊണ്ട് ഒരു മാതൃകയുള്ള ഒരു ജീവൻ നയിക്കുവാൻ ഇന്ന് വരെയും കർത്താവ് കൃപയാൽ എന്നെ സഹായിച്ചു. प्रभु अपने अनुग्रह के द्वारा आप लोगों के बीच में रहते समय में एक अच्छा गवाही के साथ जीने के लिए प्रभु ने मुझे सहायता किया है. അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ പ്രാഗൽഭ്യമുണ്ട്. इस
इसके लिए उस विषय में मुझे बहुत धैर्य है। അതുകൊണ്ട് ദൈവമക്കൾ ആരും അങ്ങനെയുള്ള എന്നാലും ആ സമയത്ത് ദുഷിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. हाँ, उसी के बीच में भी लोग हैं जो बुराई बोलने वाले लोग भी है। എന്നാൽ ഒരു കാര്യം നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. लेकिन एक बात मैं आप लोग को याद दिलाना चाहता हूँ, നമുക്ക് ഒരു യഥാർത്ഥ മാതൃകപരമായ ജീവൻ നയിച്ചുകൊണ്ട് മറ്റുള്ളവരെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയട്ടെ. हमें एक सच्चा आदर्श जिंदगी हम लोग खुद जीकर दूसरों के लिए भी वो एक प्रोत्साहन का कारण बन जाए, उस रीति से हम जीवन जीना है। കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. उसके लिए प्रभु सबको सहायता करे। അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, പ്രയോജനമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. हाँ, तो मैं आज आपको आज का संदेश का विषय यह है कि जो लाभदायक बात है वो मैं बताना चाहता हूँ। അപ്പോൾ നമുക്ക് അതിൽ ഒന്നാമത്തെ കാര്യമായിട്ടൊരു വിഷയം നമുക്ക് ചിന്തിക്കാം. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. उससे पहला लाभदायक बात के विषय में हम सोचेंगे 1 തിമോത്തി 4:8। അപ്പോൾ ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിലും പ്രയോജനമുള്ളതാകുന്നു. पढ़ेंगे 1 തിമോത്തി 4:8। क्योंकि देह की साधना से कम लाभ होता है, परंतु भक्ति सब बातों के लिए लाभदायक है, क्योंकि इस समय के और आने वाले जीवन की भी प्रतिज्ञा इसी के लिए है। അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് നമുക്ക് ഏറ്റവും ലാഭകരമായ ഒരു വലിയ വിഷയത്തെ കുറിച്ചാണ്. यहाँ पर प्रेरित पौलुस जो हमारे जीवन में जो सबसे लाभदायक बात है उसके बारे में कहता है। ഇവിടെ 2 ലാഭങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 2 प्रकार का लाभ के बारे में कहता है। ഒന്ന് ശരീരാഭ്യാസം, അത് അല്പം പ്രയോജനമുള്ളതാണ്. तो एक जो शरीर में हम जो अभ्यास करते हैं, जो कार्य करते हैं, वो है उसको थोड़ा ही लाभ है। എന്നാൽ ദൈവഭക്തിയെ കുറിച്ച് പറയുമ്പോൾ, लेकिन परमेश्वर का भक्ति के विषय में कहा गया तो ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിലും പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയോജനമുള്ളതാണ്. हाँ, तो परमेश्वर का भक्ति के विषय में क्या है, उसमें परमेश्वर का प्रतिज्ञा के अनुसार जीवन की बातें हैं जो अभी के लिए भी फायदा है, आने वाले युग में भी उसका फायदा है। വളരെ ചിന്തിക്കുക. इसे जरा सोचिए। നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ വ്യായാമം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആ ഭാഗങ്ങൾ ബലഹീനമാകും, അത് അനാരോഗ്യമായി തീരും. हम जानते हैं ना, जब शरीर में हम जब व्यायाम करते हैं, कसरत करते हैं, समय में क्या होता है, जिस भाग में वो कसरत सही रीति से नहीं होता, वो शरीर कमजोर हो जाता है, मुरझा जाता है। ഇന്ന് പലരും ശാരീരികമായി വളരെ ബലഹീനമാകാൻ കാരണം അവര് ശരീരത്തിന് വേണ്ടി ആ എക്സസൈസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. आज बहुत लोग शरीर में कमजोर क्यों हो जाते हैं, क्योंकि शरीर में जो जरूरत का व्यायाम जरूरत होता है वो बात वो लोग नहीं कर पाते। इसके लिए നിശ്ചയമായിട്ടും നമുക്ക് ഈ ശരീരത്തെ നമുക്ക് വ്യായാമത്തിലൂടെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ये बात तो सच है कि हम लोग जिम्मेदार है हमारे शरीर को व्यायाम के द्वारा हमारे शरीर को संभालने का विषय में, ये बात को हमें करना है, उसका जिम्मेदार है हमें। കാരണം നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് ശരിയായി ചെയ്യാൻ കഴിയും. क्योंकि हमें जब अच्छा तबीयत रहेगा तो ही हमें परमेश्वर जिस रीति का उद्देश्य रखना चाहता है उस उद्देश्य के हिसाब से हम सेवा कर सकते हैं। അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം നമുക്ക് ശരിക്കും സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ദൗത്യവും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന വരികയാണ്. हाँ, इसके लिए जब शरीर को ही अगर हम संभालने को नहीं हो पाया तो हमें दिया हुआ जिम्मेदारी को भी हम पूरा नहीं कर पाएंगे। ഒരിക്കൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, एक बार मैंने ऐसा सुना है, ഒരു വ്യക്തി ഒരു വലിയ ദൗത്യം കൊടുക്കുവാനായിട്ട് അദ്ദേഹം ഈ ദൗത്യങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ആ ദൗത്യത്തെ കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലല്ല, പണ്ടത്തെ കാലത്ത് ആ ദൗത്യം കൊടുക്കാൻ പോകുന്നത് കുതിരയുടെ മേലാണ്. കുതിര. हाँ, तो एक जमाना था, तो मैं एक उदाहरण बता, एक बार एक व्यक्ति उसके पास बहुत बड़ा जिम्मेदारी है और वो दूसरों को वो देना चाहता है, वो बांटना चाहता है वो जिम्मेदारी को। तो वो ये बहुत पुराना समय की बात है। तो ये बात वो सोचकर जिम्मेदारी के विषय में क्या करना है बारे में सोच कर वो क्या मनन करते हुए घुड़सवारी कर रहा था, घोड़े में आ रहा था। അപ്പോൾ ഇത് ഒരു രാജാവിന്റെ സേവകനാണ്. हाँ, तो ये एक राजा का एक सेवक है। അപ്പൊ ഈ രാജ്യത്തിന് അടുത്ത രാജ്യത്ത് കൊണ്ട് ഈ സന്ദേശം കൊടുക്കണം. तो उसका काम क्या है, एक राज्य से उसका जो राज्य से राजा ने उसको संदेश दिया, दूसरा राजा के पास जाकर वो संदेश दे। അതിന് തനിക്ക് ഒരു കുതിരയുണ്ട്. उसके पास एक घोड़ा है, അന്നൊക്കെ കുതിരപ്പുറത്താണ് ഈ യാത്ര. क्योंकि उन दिनों में घोड़े पे सवारी होती थी। അപ്പോൾ എത്രയും വേഗം എത്തിക്കാൻ കുതിരപ്പുറത്തുള്ള യാത്രയിൽ നടക്കും. यानी कि जल्दी से जल्दी पहुंचाना है तो घोड़े पे बैठकर ही जाकर दे सकते हैं। എന്നാല് ഒരാഴ്ചയായിട്ട് ഇദ്ദേഹം ഈ കുതിരയ്ക്ക് വെള്ളം കൊടുക്കുകയാട്ടെ തീറ്റ കൊടുക്കുകയാട്ടെ ഒന്നും ചെയ്തില്ല. हाँ, लेकिन क्या हो गया, एक हफ्ते से ये आदमी ने जो संदेश पहुंचाने जा रहा है, ये घोड़े को खाना नहीं दिया, पानी पीने के लिए नहीं दिया। അപ്പൊ ഈ സന്ദേശവും കാര്യങ്ങളെല്ലാം റെഡിയാക്കി പുള്ളി പെട്ടെന്ന് തന്നെ കുതിരയെ പുറത്ത് കൊണ്ടുവന്ന് അതിനെ ഒന്ന് പെട്ടെന്ന് നോക്കി വെച്ചു അതിന്റെ പുറത്ത് കയറി ഓടിക്കുക. तो अभी वो क्या कर रहा है, अचानक संदेश देने का दिन आया, वो क्या किया, वो संदेश सब लेगा, तैयारी किया, घोड़े को देखा, चलो घोड़े को ऐसा बिठा के सब बातें उसके ऊपर रखकर वस्तु रख के तैयार करके वो चल रहा है, सवारी करने के लिए तैयार हो गया। എന്താ സംഭവിച്ചേ? लेकिन क्या हो गया, ഈ घोड़े സമയത്ത് കൊടുക്കേണ്ടതൊന്നും കൊടുത്തില്ല. अब ये घोड़े को जब उसके एक हफ्ते पहले तक
समय समय पर जो भोजन देना चाहिए तो नहीं दिया। ഘോട നന്നായിട്ട് ഓടി, घोड़ा अच्छे से दौड़ा, പക്ഷെ ഒരു വനത്തിൽ ചെന്നപ്പം ഈ കഴുത അവിടെ ഈ കുതിര അവിടെ വീണു. लेकिन एक जंगल में जैसे ही पहुंच गया तो क्या हो गया, ये घोड़ा उधर ही थक के गिर गया। അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, तब उसको सवारी को मालूम पड़ा, ഞാൻ ഈ കുതിരയുടെ കാര്യം മറന്നുപോയല്ലോ. मैं ये घोड़े के बारे में तो भूल ही गया। ഈ കുതിരയ്ക്ക് കൊടുക്കേണ്ടതൊന്നും സമയത്ത് കൊടുത്തില്ല, അതിനെ നോക്കിയില്ല. എന്റെ സന്ദേശം എനിക്ക് ഇനി ഇപ്പൊ എത്തിക്കാൻ ഒരു രീതിയിലും കഴിയില്ല. अब ये घोड़े को देखभाल करने के विषय में मैं सही रीति से देखभाल नहीं कर पाया, अभी मैं मेरे संदेश को मैं समय पर कैसा पहुंचाऊंगा, അത് താൻ പരാജയനായി മാറി. और वो हार गया। അപ്പോൾ നമ്മുടെ ജീവിതത്തില് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് അല്പ പ്രയോജനമുള്ളതെന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞാൽ നമ്മള് ചിലപ്പം നമ്മുടെ ആത്മീയത്തിന്റെ ഓട്ടക്കളത്തിൽ നമുക്ക് വീണ്ടും ഓടാൻ കഴിയലെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. तो मैं इसके लिए ये शारीरिक व्यायाम के विषय में जो यहाँ पर बोला गया उसमें थोड़ा ही लाभ है बोलकर, चलो नहीं करेगा तो भी चलेगा बोलकर ऐसा चिंता रखने वाले लोगों को मैं कहना चाहता हूँ, ऐसा ना रखे, क्योंकि ऐसा अभ्यास ना करने से क्या होगा, हमारा आत्मिक विषय में जो दौड़ना चाहिए, जो आत्मिक कार्यों में हमें जो शरीर लेकर जो करना चाहिए विषय में वो क्या आता है, उसमें हम आ सकते हैं, पूरा रीति से सेवा नहीं कर पाएंगे। നിങ്ങളൊരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഈ ശരീരത്തിന് ഇത് കൊടുക്കുന്നത് നല്ലതാണ്. इसके लिए मैं आग्रह करता हूँ कि अगर आप सब लोग आधा घंटा भी अपने शरीर का कसरत के लिए, तंदुरुस्ती के लिए थोड़ा व्यायाम करेंगे तो बहुत अच्छा रहेगा। എന്നാല് നിങ്ങൾക്ക് അതിന്റെ അവയവങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു വാദം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ऐसा ऐसा रहेगा तो शरीर के अंगों को कमजोरी नहीं आएगा। അപ്പോൾ ശരീര അഭ്യാസം നമുക്ക് പ്രയോജനമുണ്ട്, പക്ഷെ അത് അല്പ പ്രയോജനമാണ്. हम जाते हैं 4 का 8 में पढ़ते हैं कि शरीर के विषय में जो अभ्यास जो करते हैं, व्यायाम करते हैं, वो उसमें थोड़ा थोड़ा लाभ है। എന്നാൽ ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഇതൊന്നുമില്ല. हाँ, लेकिन उस शारीरिक अभ्यास के सामने अगर भक्ति को अगर हम तुलना करें, परमेश्वर का भक्ति के सामने तुलना करेंगे तो ये शारीरिक अभ्यास कुछ भी नहीं। അപ്പോൾ നമ്മൾ ഇത് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് ദൈവഭക്തിയുടെ പ്രാധാന്യം അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇനി പോകുന്നത്. तो अभी परमेश्वर के विषय में जो भक्ति हमें करना है उसका क्या लाभदायक की बातें है, वो बात को हम देखने वाले हैं। അപ്പോൾ ഈ ദൈവഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രമല്ല പ്രയോജനം, നിത്യതയ്ക്കും പ്രയോജനമുണ്ട്. हाँ, और परमेश्वर का भक्ति के विषय में जब देखते समय में वो अभी के लिए फायदा है ऐसा ही नहीं, बल्कि आने वाले युग में अनंतता में भी उसका फायदा है। നിത്യജീവൻ കൂടെ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. उसमें अनंत काल का जीवन हमको मिलेगा करके कहता है। അത് വളരെ വിലപ്പെട്ടതല്ലേ? वो बहुत ही मूल्यवान बात है ना। അപ്പോൾ നമുക്ക് ഈ ദൈവഭക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. इसके लिए परमेश्वर के भक्ति के विषय में कुछ बातें सोचना के लिए मैं आग्रह रखता हूँ। അപ്പോൾ നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവഭക്തിക്ക് തന്നെയാണ്. और हमें सबसे ज्यादा मूल्य बात अगर किसको देना है, परमेश्वर का भक्ति के लिए। ചിലർക്ക് ശരീരാഭ്യാസത്തിന് വേണ്ടി 2-3 മണിക്കൂർ ഉപയോഗിക്കും, പക്ഷെ അവർക്ക് വചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിക്കാനോ നമുക്ക് സമയമില്ല. कुछ लोग क्या करते हैं शारीरिक अभ्यास के लिए, शारीरिक विषय की उन्नति के लिए वो लोग क्या करते हैं, ज्यादा समय वो लोग 3-4 घंटे करते हैं, लेकिन वचन पढ़ने, वचन मनन करने, प्रार्थना करने के लिए समय नहीं बिताते। അപ്പോൾ ഞാൻ നിങ്ങളോട് കർത്താവ് പറഞ്ഞ ഉപദേശത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. उसके लिए प्रभु ने जो उपदेश दिया उसी से मैं शुरुआत करना चाहता हूँ। മത്തായി 6-33 मत्ती का पुस्तक 6:33 में हम पढ़ते हैं। ഇത് പൊതുവെ എല്ലാ വിശുദ്ധന്മാർക്കും നല്ലപോലെ അറിയാമെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇല്ലെന്നുള്ളൂ. ये विश्वासियों को, सभी विश्वासियों को अच्छी रीति से मालूम है, लेकिन बस उनका शारीरिक जीवन में हम देखते हैं कि ये वो लोग नहीं करते। അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ദിനചര്യകളിൽ കാണണം. हाँ, तो इसके लिए हम लोग हमारे वचन में लिखा हुआ बातों में, हमें प्रतिदिन का कार्य में भी ये बातें, वचन में लिखा हुआ बातें दिखना चाहिए। അപ്പോൾ മത്തായി 6:33 മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. हाँ, मत्ती का सुसमाचार 6:33 पढ़ेंगे। इसलिए पहले तुम परमेश्वर के राज्य और उसके धन की खोज करो तो ये सब वस्तुएं भी तुम्हें मिल जाएंगी। അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ശരീരത്തിന് വില കിട്ടുന്ന കാര്യമല്ല, നമുക്ക് ഭക്ഷിക്കാനും ഉടുക്കുവാനും നമുക്ക് താമസിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ കർത്താവ് തരുമെന്ന് പറയും. हाँ, तो मतलब ये सब जो मिलेगा, मतलब शरीर का कोई अभिलाषा की बात नहीं कर रहा है, बल्कि तुम्हें कपड़ा, तुम्हें खाने के लिए, पीने के लिए कपड़े और रहने का एक स्थान का अवस्था परिस्थिति तैयार करके देगा। ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുക്കണം. लेकिन हमारे जीवन में पहला स्थान हमें प्रभु को देना है। ആത്മീയ വിഷയങ്ങൾക്ക് കൊടുക്കണം. आत्मिक बातों के लिए पहला स्थान देना है। അതിന് നമുക്ക് ഒരിക്കലും അതിന് രണ്ടാം സ്ഥാനമോ മറ്റൊരു സ്ഥാനമോ കൊടുക്കാൻ പാടില്ല. उसके लिए कभी भी हम लोग आत्मिक बातों के लिए कभी दूसरा स्थान दे नहीं सकते। യഥാർത്ഥ ദൈവഭക്തനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും നമുക്ക്
കർത്താവ് പറഞ്ഞതുപോലെ ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ആ ഒന്നാം സ്ഥാനവും കർത്താവിന് കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കും. सच्चा भक्ति का जीवन में अगर हमें पूर्णता में अगर जीना है तो पहला उसका राज्य और धार्मिकता को हमें खोजना पड़ेगा. पहला हमें वो स्थान राज्य को देना है. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഒരു കാര്യം ഒരു വാക്കിലൊന്ന് വായിപ്പിച്ചോട്ടെ. इसी के साथ साथ मैं और एक वाक्य में पढ़ाना चाहता हूँ. ലൂക്കോസ് 18:29-30 വാക്യം. लूका का सुसमाचार 18 अध्याय 29 और 30. യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവർ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. पढ़ेंगे लूका का सुसमाचार 18 अध्याय 29 और 30. उसने उनसे कहा, मैं तुमसे सच कहता हूँ कि ऐसा कोई नहीं जिसने परमेश्वर के राज्य के लिए घर या पत्नी या भाइयों या माता पिता या बाल बच्चों को छोड़ दिया हो और इस समय कई गुना अधिक न पाए और आने वाले युग में अनंत जीवन. അപ്പോൾ നമുക്ക് യഥാർത്ഥ ഭക്തിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലും നിത്യതയിലും വലിയ പ്രതിഫലമുണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചു. तो इसलिए प्रभु ये बात सिखाते हैं कि हमें जो बातें हैं, जो पहला स्थान जो प्रभु के बातों को देना है, वो बातें अगर हमने दिया तो क्या इस दुनिया में भी लाभ है और आने वाले युग में भी हमको लाभ होगा. അപ്പോൾ ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി എന്തെല്ലാം വിടാൻ കഴിയുന്നു അതെല്ലാം നേട്ടമാണ്. इसके लिए प्रभु के नाम के निमित्त, सुसमाचार निमित्त जो बातें हम खो सकते हैं, यदि अगर हम खो दिए तो वो प्रभु के लिए एक दिन लाभदायक हमारे लिए बनेगा. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ പല മടങ്ങായി ലഭിക്കും. और इसमें लिखा है कि ये दुनिया में हमको उसमें बहुत ज्यादा गुना हमको मिलेगा എന്നിട്ട് നിത്യജീവനെയും ലഭിക്കും. और अनंतता में अनंत जीवन भी मिलेगा വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും ലഭിക്കും. और अनंत आने वाले युग में अनंत काल का जीवन मिलेगा. അപ്പോൾ ഭക്തിക്ക് പ്രയോജനമുണ്ടോ? तो इसलिए भक्ति का कुछ लाभ है क्या? അതിന്റെ പ്രയോജനത്തിന്റെ ഒരു കണക്ക് നമുക്ക് കൂട്ടാൻ പറ്റുമോ? उस भक्ति का में जो लाभ मिलने के लिए जो हिसाब है वो आपने किया क्या? നമ്മൾ കണക്ക് കൂട്ടുന്നതിനേക്കാളൊക്കെ വലിയ വലിയ മടങ്ങാണ് നമുക്ക് ലഭിക്കുന്നത്. Amen. हमने जो भी हिसाब किया रहेगा वो हिसाब से एकदम ज्यादा गुना, 100 गुना, 1000 गुना हमको लाभ मिलने वाला है. അപ്പോൾ നമ്മള് കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ വിട്ടുകളയേണ്ടതിന് വിട്ടുകളഞ്ഞാൽ, ത്യജിക്കേണ്ടതിനെ ത്യജിച്ചാൽ നിത്യതയിൽ വലിയ നേട്ടമാണ്. इसलिए हमें अनंतता के विषय के लिए जो बातें हमें छोड़ना चाहिए उसको छोड़कर जो बात को हानि है बोलकर उसको हटा दिया तो अनंत काल में बहुत बड़ा लाभ मिलने वाला है. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അത് കഴിയൂ. और ये सिर्फ जो प्रभु से प्रेम करते हैं उन लोगों से ये हो सकता है. നമ്മള് മറ്റുള്ള എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി ആയിരിക്കാൻ പാടില്ല. इसके लिए हम लोग कोई गलत उद्देश्य से नहीं करना है ये. അപ്പോൾ നമുക്ക് കർത്താവുമായിട്ടുള്ള യഥാർത്ഥമായ ഒരു ഭക്തി, ഒരു ഭക്തനായി ജീവിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഈ മാതൃക കൊടുക്കാൻ കഴിയും. इसके लिए एक सच्चा भक्ति के रूप में हम लोग जीते समय में दूसरों के लिए आदर्श पूर्वक होकर हमें करना है. ഇവിടെ നമുക്കറിയാം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറയുന്ന ഒരു കാര്യം പ്രത്യേക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. इसके लिए दाऊद ने अपने प्रिय बेटा सोलोमन से एक बात कहा था. അതിന്റെ 1 ദിനവൃത്താന്തം 28:9-10 വാക്യം. पहला इतिहास उसका 28वां अध्याय उसका 9 और 10 में, फर्स्ट क्रॉनिकल्स चैप्टर 28 वर्स 9 and 10. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. धैर्यപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. पढ़ेंगे पहला इतिहास 28वां अध्याय 9 और 10. हे मेरे पुत्र सुलेमान, तू अपने पिता के परमेश्वर का ज्ञान रख और खरे मन और प्रसन्न जीव से उसकी सेवा करता रह, क्योंकि यहोवा मन को जांचता और विचार में जो कुछ उत्पन्न होता है उसे समझाता है. यदि तू उसकी खोज में रहे तो वह तुझको मिलेगा, परंतु यदि तू उसको त्याग दे तो वह सदा के लिए तुझको छोड़ देगा. 10 भी अब चौकस रह, यहोवा ने तुझे एक ऐसा भवन बनाने को चुन लिया है जो पवित्र स्थान ठहरेगा. यह बांधकर इस काम में लग जा. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഒരു ആലയ പണിയിലാണ്. इसलिए आज हम लोग सब लोग एक मंदिर बांधने के काम में है. അത് ദൈവസഭ എന്ന ആലയമാണ്. वो परमेश्वर का मंदिर जो कलीसिया है वो है मंदिर. അപ്പോൾ സഭയുടെ 8 മണി സഭ എന്ന് പറയുമ്പോൾ ആ സഭയിലാണ് കർത്താവ് വസിക്കുന്നത്. तो इसलिए आज प्रभु का निवास स्थान बोलते समय में प्रभु वहां पर कलीसिया में है जो निवास करता है. ആ 8 മണിക്ക് വേണ്ടി കർത്താവ് നമ്മളെ കൂട്ടുവേലക്കാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. उस बांध काम में प्रभु हमें एक सह सेवक
वो चुनकर हमें उसके बांध काम के लिए प्रभु हमको बुलाया है। അവിടെ ശലോമോൻ ചെയ്തതിനേക്കാളും വലിയ ദൗത്യങ്ങളാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. यानी कि जो सलोमोन ने किया है उससे भी बड़ा जिम्मेदारी प्रभु ने हमको दिया है। അപ്പോൾ ആ കാര്യത്തിൽ നമുക്കൊരു നല്ല പ്രകാശനം വേണം. इसलिए उस विषय में एक अच्छा बोध्य हमें प्रकटीकरण होना जरूरी है। നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഭ എന്ന ശരീരത്തെ കുറിച്ചൊരു ദർശനമില്ലെങ്കിൽ നമുക്കൊരു ജയാളിയായിട്ട് ജീവിക്കാനേ കഴിയില്ല. इसके लिए हमें कलीसिया जो प्रभु यीशु मसीह का देह है, इस विषय का अगर सही रीति से प्रकटीकरण नहीं है तो हम लोग सही रीति से विजय जीवन जी नहीं पाएंगे। ഇന്ന് അനേകരും ഈ വിജയ ജീവൻ നയിക്കാൻ കഴിയാത്തത് അവർക്ക് ശരീരത്തെ കുറിച്ചുള്ള ഒരു ദർശനമില്ലാത്തതുകൊണ്ട്. आज बहुत लोग एक विजय पूर्वक जीवन क्यों नहीं जी पाते? क्योंकि मसीह का देह के विषय में जानकारी नहीं होने की वजह से। ഇവിടെ ദാവീദ് ശലോമോനോട് പറയുകയാണ്, यहाँ पर दाऊद सलोमोन से कहता है, എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയണം. इसलिए हे सलोमोन, तू अपने पिता का परमेश्वर को तू जानना, എന്നിട്ട് ആ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കണം. और उस परमेश्वर को तू शुद्ध मन से और अच्छा हृदय से तू उसका सेवा करना। അപ്പോൾ ദൈവം ഒരു വലിയ ദൗത്യത്തിനാണ് നിന്നെ എഴുതിയിരിക്കുന്നത്. क्योंकि प्रभु ने बहुत बड़ा जिम्मेदारी के लिए तुझे खड़ा किया है। അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ആയുസ്സിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഒരു യഥാർത്ഥ ഭക്തനായി ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ദൈവത്തെ അറിയാനും ആ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി അറിഞ്ഞ് അത് ചെയ്യുവാനും നമ്മൾ വിശ്വസ്തരായി. क्योंकि इस छोटा सा उम्र में प्रभु ने जब हमको कुछ बात के लिए अगर चुना है तो उनका उद्देश्य क्या है और सही रीति से किस रीति से करना है बात की, ये बात को जानकर उस उद्देश्य के लिए हमें बना रहना है। അപ്പോൾ അങ്ങനെ ഒരു യഥാർത്ഥ ഭക്തനായി ജീവിക്കുവാൻ നമ്മളെ ഏൽപ്പിക്കണം. इसलिए इस तरह का एक सच्चा भक्त रीति में जीने के लिए हम अपने आप को समर्पण करें। ഒരു ഭക്തനായി ജീവിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. एक भक्ति पूर्वक जीवन जीना कभी हानि नहीं है, नुकसान नहीं है। നമുക്ക് ചിലപ്പോൾ നമുക്കറിയാം, ഇന്ന് ലോകപ്രകാരം നമുക്ക് പല നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. हमें उस विषय में संसार में थोड़ा नुकसान उठाना पड़ेगा, എന്നാൽ നിത്യതയോടുള്ള ബന്ധത്തിൽ അത് വലിയ നേട്ടമായിരിക്കും. लेकिन अनंतता के विषय में वो हमेशा एक लाभ की ही बात है। അപ്പോൾ ഇത് കേട്ട ശലോമോൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ये बात को देखकर सोलोमोन का अवस्था क्या हुआ आप देखते हैं। നമ്മള് എക്ലേഷ്യസ് അല്ലെങ്കിൽ സഭാപ്രസംഗി 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുക. सभा उपदेश एक्लीसियास्टिक्स उसका 8 का 12 हम पढ़ेंगे। सभा उपदेश 8 का 12। അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ, അതിന്റെ അവസാന ഭാഗമാണ്, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. उसका आखिरी में लिखा है कि ये पढ़ो। तो भी मुझे निश्चय है कि जो परमेश्वर से डरते हैं और उसको अपने सम्मुख जानकर भय से चलते हैं उनका भला ही होगा। അപ്പോൾ ഈ ഭക്തി എന്നുള്ളത് അനേകരിലും ഭയം എന്ന് പറയുന്നുണ്ട്. അത് ആ ഭയം, അത് രണ്ടും ഒരു കാര്യം അർത്ഥമാക്കിയുണ്ട്. हम देखते हैं एक बात समझ रहे, कुछ भाषांतर में हम देखते समय में या कुछ वाक्यों में भक्ति और भय को एक इंटरचेंज करके इस्तेमाल किया है। कुछ जगह पर भक्ति लिखा है तो कुछ जगह पर भय लिखा है। जहाँ पर भय रहेगा उधर भक्ति रहेगा, तो ये दोनों एक ही शब्द का अर्थ में यहाँ पर लिखा है। तो परमेश्वर में सही रीति से अगर भय पूर्वक अगर हम सेवा करेंगे तो बहुत लाभदायक होगा। അപ്പോൾ ഒരു ഭക്തന് യഥാർത്ഥ ദൈവഭയം ഉണ്ടായിരിക്കും, ദൈവഭയം ഉള്ളവന് യഥാർത്ഥ ഭക്തി ഉണ്ടായിരിക്കും. एक जो सच्चा भक्त है उसको परमेश्वर का भय रहेगा, जो परमेश्वर का भय होकर चलेगा वो भक्ति पूर्वक जिएगा। അപ്പോൾ ഇവിടെ ശലോമോൻ പറയുകയാണ്, यहाँ पर सोलोमन कहता है, ഇവിടെ പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക്, ദൈവത്തെ ഇവിടെ രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. यहाँ पर सोलोमन, हम मलयालम ट्रांसलेशन में पढ़ते समय में लिखता है कि मैं निश्चय होकर मैं जानता हूँ कि परमेश्वर को भय करने वाला भक्त के ऊपर को हमेशा लाभ होगा। ഇനി നമ്മൾ താൻ തന്നെ പറഞ്ഞ സദൃശവാക്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അധിക പങ്കും താൻ തന്നെ പറഞ്ഞതാണല്ലോ. नीति वचन का पुस्तक जब हम लेते समय में इसमें अधिकतर सोलोमन ने बातें कहा है। അതിന്റെ 2 अध्याय लेकिन बाकी എല്ലാം ശലോമോൻ പറഞ്ഞതാണ്. उसका 2 अध्याय अगर लेगा तो वो पूरा सोलोमन ने ही कहा है। 2 अध्याय വിട്ടിട്ട്, सॉरी 2 अध्यायों को छोड़कर बाकी लगभग सारा अध्याय सोलोमन ने कहा है। അപ്പോൾ അല്ലല്ല നമുക്കറിയാം, പിന്നെ അവിടെ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. उसमें से एक बात को हम देखते हैं, 23:17 उसका 23 का 17 नीति वचन प्रोवर्ब्स 23:17। അപ്പൊ 17-18 വായിക്കണം. അതിൽ 17 അവസാന ഭാഗം മുതൽ उसका 17 और 18 पढ़ना है, 17 का आखिरी से। നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാവും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. അതാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. तो उसका 17 का आखिरी से पढ़ेंगे, 17 അവസാനവും 18 ആദ്യം। तो 17 का आखिरी है और 18 का शुरुआत है, पढ़ेंगे। दिन भर यहोवा का भय मानते रहना, क्योंकि अंत में फल होगा। बस तो हमेशा परमेश्वर का भय में जीना, क्योंकि अंत में उसको एक फल होगा। ഞാൻ ചിന്തിക്കായിരുന്നു, നമുക്കറിയാം ഈ ജ്ഞാനം വർദ്ധിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പുസ്തകമായി ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം. हमें ज्ञान बढ़ोतरी के विषय में जो सबसे लाभदायक एक पुस्तक है नीति वचन का पुस्तक। നമുക്കറിയാം, പിന്നെ
ശലോമോൻ ഏകദേശം 3000 സദൃശവാക്യങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. 3000. हाँ, हम देखते हैं कि सोलोमन जो है लगभग 3000 इस तरह का नीति वचन की बातों को लिखा गया है. എന്നിട്ട് 1005 ഗീതങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ 1 രാജാവ് 4:32 വായിക്കുന്നുണ്ട്. पहला राजा 4:32 में हम पढ़ते हैं 1000 से भी ज्यादा गीतों को भी लिखा है. 1005. 1005 से ज्यादा गीत भी लिखा है. അല്ല, അവിടെ അത്ര എഴുതിയിട്ടുള്ള കണക്ക് 1005 ഗീതങ്ങൾ. ओके सॉरी, 1005 गीत लिखा है करके वो संख्या. पहला राजा 4:32 में वो संख्या, वो उसका संख्या लिखा गया है कि कितना गीत लिखा है करके. സദൃശവാക്യങ്ങളും ഗീതങ്ങളും എത്ര എഴുതിയിട്ടുണ്ടെന്ന് അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. पढ़ो 3000 नीति वचन कहे और उसके 1005 गीत भी है. അപ്പോൾ അവൻ 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ये एग्जैक्ट संख्या यहाँ पर हम देखते हैं. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാല് അപ്പൊ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന സദൃശവാക്കളെ എണ്ണിയാൽ 800 സദൃശവാക്യം കിട്ടിയിട്ടുള്ളൂ. लेकिन अगर नीति वचन को यदि अगर गिनने जाएंगे तो लगभग 800 के आसपास आता है. എന്നാല് തന്നെ എഴുതിയിരിക്കുന്നത് 3000 ഉണ്ടെന്നാ പറയുന്നത്. लेकिन उसने लिखा कितना है? 3000 लिखा है. അപ്പൊ നമുക്ക് പ്രയോജനമൊക്കെ ഉള്ളത് ആത്മാവ് കൂട്ടി തന്നിട്ടുണ്ട്. आमीन. हमारे लिए जो लाभदायक बातें हैं वो आत्मा ने हमको दिया है. അവർ ഈ ബാക്കിയുള്ളത് കിട്ടിയില്ലല്ലോ വിചാരിച്ച കാര്യം ഭാരപ്പെടണ്ട. इसके लिए बाकी मिला नहीं बोलकर दुखी होने का जरूरत नहीं है. നമുക്ക് പ്രയോജനമുള്ളതൊക്കെ തന്നിട്ടുണ്ട്. क्योंकि हमारे लिए जो भी लाभदायक है वो आत्मा ने हमको दिया है. അപ്പോൾ ഇവിടെ ശലോമോൻ പറഞ്ഞിരിക്കുന്ന ഈ സദൃശ്യവാക്യങ്ങളിൽ ഈ യഹോവ ഭക്തിയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു 10 കൂട്ടം കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. इसके लिए यहाँ पर सोलोमन ने जो यहोवा भक्ति के विषय में भयपूर्वक जीकर जो यहोवा भक्ति में जीता है उसका 10 लाभ की बातें जो सोलोमन ने कहा है वो मैं फटाक से कहना चाहता हूँ. കാരണം നമുക്കറിയാം ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനം വർദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു പുസ്തകം. നിങ്ങൾക്ക് വളരെ ഒരു നല്ല ജ്ഞാനിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഒന്ന് തുടർമാനമായിട്ട് വായിച്ചു നോക്കിക്കുക. आप जब अगर क्योंकि मैंने जैसे कहा ये ज्ञानी होने के लिए जो मदद करने वाला एक अच्छा पुस्तक है नीति वचन. अगर आपको ज्ञानवान होकर बढ़ना है तो आप ये नीति वचन को बार बार पढ़े. അത് നിങ്ങൾ ശരിക്കും മനസ്സിലെത്തി അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈ മറ്റുള്ള സാമാന്യക്കാരെക്കാളൊക്കെ വലിയ ജ്ഞാനിയായിട്ട് നോക്കാം. क्योंकि अगर उस विषय नीति वचन को अगर अच्छे से ध्यान और मनन करेंगे तो साधारण मनुष्यों से ज्यादा ज्ञानी होने का अवस्था में आप पहुंचेंगे. ഏതായാലും ഈ യഹോവ ഭക്തിയുടെ പ്രയോജനങ്ങൾ, അതിന്റെ ലാഭങ്ങൾ വിവരിക്കുന്ന ഒരു 10 കൂട്ട കാര്യങ്ങൾ ഈ സദൃശ്യവാക്യത്തിൽ നിന്നും ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം. तो इसके लिए नीति वचन में के अनुसार हम लोग उसमें यहोवा भक्ति के विषय में जो कम से कम 10 लाभ बातें हैं जो सोलोमन ने कहा हुआ बातों को मैं फटाक से नीति वचन के आधार पर बताना चाहता हूँ. നമ്മൾക്ക് എല്ലാവരും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എടുത്തല്ലോ അല്ലേ? आप सब लोगों ने नीति वचन का पुस्तक निकाला होगा. ഓക്കെ, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 1:7 में हम पढ़ेंगे. അവിടെ വായിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. 1:7 पढ़ेंगे. 1:7. यहोवा का भय मानना बुद्धि का मूल है. बस. അപ്പോൾ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. यहोवा का भय यानी कि यहोवा का भक्ति जो है वो ज्ञान का मूल है. എന്ന് പറഞ്ഞാല് ദൈവത്തോടുള്ള ആ ഭയവും ഭക്തിയും ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ അറിവുള്ളവരാക്കി മാറ്റുന്നത്. हाँ, यानी कि परमेश्वर की ओर अगर मुझे सही रीति से भक्ति और मुझे समर्पण रहेगा वही मुझे ज्ञानवान बनाएगा. അറിവുള്ളവരെ, യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ദൈവമല്ലേ? वास्तव में ये ज्ञान करके बोलेगा तो ये परमेश्वर स्वयं है ना. നമുക്കറിയാം അവിടെ യഹോവ എന്ന് പറഞ്ഞ ആ അതേ കർത്താവാണ് ഇവിടെ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നത്. हाँ, यहाँ पर यहोवा करके जो शब्द लिखा है यही यहोवा हमारे बीच में मनुष्य बनकर आया ना. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം വേണമെങ്കിൽ ആ ജ്ഞാനം നേരെ പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവാണ്. तो वो अगर वो ज्ञान अगर तुमको चाहिए तो वो ज्ञान कौन है? वो डायरेक्टली हमारा प्रभु यीशु मसीह है. നമ്മള് 1 കൊരിന്ത്യർ 1:24 അതിന്റെ 30 വായിക്കുന്നുണ്ട്. पहला कोरिन्थी 1 अध्याय उसका 24वां वाक्य और 30वां वाक्य में हम देखते हैं ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു, परमेश्वर का ज्ञान जो मसीह है. അപ്പൊ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവജ്ഞാനം. तो वो यीशु मसीह है जो परमेश्वर का सच्चा ज्ञान. അപ്പോൾ ആ ക്രിസ്തുവിനെ നമ്മൾ അറിയാം. इसलिए इस मसीह को जानना. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞില്ലേ 1 കൊരിന്ത്യർ 2:2 ഞാൻ നിങ്ങളുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ. എന്ന് പറഞ്ഞാല് യഥാർത്ഥ ജ്ഞാനത്തെ മാത്രം നേടുവാൻ താൻ ആഗ്രഹിച്ചു എന്നാ പറഞ്ഞത് സാരം. यानी 1 कोरिन्थियों 2:2 में वहां पर पौलुस कहता है कि मैं क्रूस पे चढ़ा है मसीह के अलावा और मैं कुछ नहीं जानना चाहता. मतलब क्या? ये मेरे पौलुस मसीह जो सच्चा ज्ञानवान है परमेश्वर का ज्ञान को प्राप्त जानने के अलावा और कोई इच्छा रखना नहीं चाहता था. एक अर्थ में हम देख सकते हैं ऐसा. അപ്പോൾ ഇവിടെ ശലോമോൻ പറയുകയാണ് യഹോവ ഭക്തി എന്ന് പറയുന്നതാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ആരംഭം. तो यहाँ पर हम देखते हैं कि
सोलोमन क्या कहते हैं द्वितीय वचन 1:7 में, जो परमेश्वर का जो ज्ञान की और का जो भक्ति है, जो भय है, वही ज्ञान का आरंभ है. നമുക്കിങ്ങനെ ഒരു ഭക്തനായിരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമായി വരണം. तो इसके लिए इस तरह का सच्चा ज्ञानीवान होना है, या भय से अगर हमें जीना है, भक्ति पूर्वक जीना है, तो प्रभु के साथ एक अच्छा गहरा रिश्ता बनाना जरूरी है. ഇനി ആ ഭക്തിയുടെ ഒരു നേട്ടത്തെ കുറിച്ച് താൻ അതിന്റെ 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ആരംഭത്തിൽ തന്നെ. और उसका 8:13 जब हम पढ़ते समय में ये भक्ति का लाभ के बारे में वहां पर हम देखते हैं. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാവുന്നു. 8:13 का शुरुआत पढ़ेंगे. यहोवा का भय मानना बुराई से बैर रखना है. അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തനായി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പാപങ്ങളിലേക്ക് തെറ്റിലേക്ക് പോകുകയില്ല. उसको जो सच्ची में भय पूर्वक परमेश्वर की ओर जीते समय में, भक्ति पूर्वक जीते समय में पाप में या गलत बातों में वो नहीं जाएगा. നമുക്കറിയാലോ ഇന്ന് അനേർക്കും ദൈവ ഭയം അല്ലെങ്കിൽ ഭക്തി നഷ്ടപ്പെട്ടിരിക്കുക. आज बहुत से लोगों को परमेश्वर का भय या भक्ति वो खोते जा रहे हैं. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, പിന്നെ 12-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 12 भजन संगीता 1 में वहां पर क्या लिखा है? യഹോവേ രക്ഷിക്കണേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. 12 का 1 पढ़ेंगे. हे परमेश्वर बचा ले, क्योंकि एक भी भक्त नहीं रहा. കണ്ടില്ലേ? യഹോവേ രക്ഷിക്കണേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. हे यहोवा मुझे बचाओ, क्योंकि भक्त लोग नहीं है, कम होते जा रहे हैं. പ്രൈസ് ദി ലോർഡ്. അതേ കാര്യം മറ്റൊരു സ്ഥലത്തുണ്ട്. यही बात दूसरा जगह पर भी आप पढ़ते हैं. എവിടെ അറിയോ? कहां पर? മീഖ 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലുണ്ട്. मीका 7 का 2 में आप देखते हैं. ഭക്തിമാൻ ഭൂമിയിൽ നിന്നും നശിച്ചുപോയി. हाँ, भक्ति लोग भूमि से नाश हो चुका है, खत्म हो चुका है. അത് ഇന്നത്തെ അവസ്ഥയാണ്. वो आज का अवस्था को आप देखते हैं. നമ്മളത് ശരിക്കൊന്ന് വിവേചിച്ചാൽ മതി. वो आप लोग सही रीति से परखेगा तो आपको मालूम पड़ेगा. ഇന്ന് യഥാർത്ഥ ഭക്തിയിൽ ജീവിക്കുന്നവരുണ്ടോ? आज वास्तव में जो सच्चा भक्ति में जीने वाले लोग हैं क्या? ഞാൻ പറഞ്ഞ സാരെന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ കൈവരലിൽ എണ്ണാൻ മാത്രമേ നമുക്ക് അവരെ കാണാൻ കഴിയൂ. അത് അവരെ ഇത് കണ്ടുമുട്ടാൻ ബുദ്ധിമുട്ടാ. हाँ, यानी कि मैं ये कहने का उद्देश्य क्या है कि हम लोग उसको उंगली में बलशाली गिन सकते हैं. भक्ति पूर्वक जीने वाला सच्चा विश्वासी लोग बहुत कम है. അപ്പൊ ഇവിടെ മീഖ പറയുകയാണ്, ഭക്തിമാൻ ഭൂമിയിൽ നിന്നും നശിച്ചു പോയി. हाँ, बीका में कहता है कि जो भक्त लोग हैं वो भूमि से ही वो लोग नाश हो चुके हैं, बहुत कम हो चुके हैं. എന്തുകൊണ്ട് ഈ ഭക്തി യഥാർത്ഥ ഭക്തിയിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാതെ? तो भला ऐसा क्यों है कि सच्चा भक्ति पूर्वक जीवन जी नहीं पा रहे? അതിന് കാരണമുണ്ട്. उसका कारण है 2 തിമോത്തി 3:12 വായിച്ചാൽ, दूसरा तिमोथी 3:12 में हम देखते हैं. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഈ ഉപദ്രവത്തെ പേടിച്ചിട്ടാ ഭക്തി വിടുന്നത്. हाँ, तो ऐसा क्यों वो लोग भक्ति को छोड़ते हैं? पढ़ेंगे 3:12 दूसरा तिमोथी. पर जितने मसीह यीशु में भक्ति के साथ जीवन बिताना चाहते हैं वे सब सताए जाएंगे. हाँ, ये सतावट को मुझे सामना करना पड़ेगा, सहना पड़ेगा. ये बात का डर में वो लोग भक्ति पूर्वक नहीं जीते, इसलिए भक्त लोग खो रहे हैं. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് യഥാർത്ഥത്തില് ഉപദ്രവം നേരിടുന്നുണ്ടോ? इसलिए प्रिय, आज सच्ची में हम लोग जो तकलीफ आएगा उसको अब सहने को हो रहा है क्या? നമുക്ക് ഉപദ്രവങ്ങൾ നേരിട്ടുകൊണ്ട് നമുക്ക് കർത്താവിനെ സേവിക്കാനായിട്ട് ഇടയാകുന്നുണ്ടോ? इस तरह के उपद्रव और कष्ट हमारे जीवन के सामने आते समय में उसको सहते हुए प्रभु को पूरा भर से सेवा करने हो पा रहा है क्या? യഥാർത്ഥ ഭക്തനായി ജീവിക്കുമ്പോൾ നമുക്ക് വിവിധ നിലകളിലുള്ള ഉപദ്രവങ്ങൾ നേരിടും. तो एक सच्चा भक्ति का पूर्वक जगत जिएंगे तो अलग अलग तरीके से सतावट को सामना करना पड़ेगा. ഈ ഉപദ്രവം എന്ന് പറഞ്ഞാൽ വരും വന്ന് നിങ്ങളെ വെടിവെക്കണമെന്നോ അല്ലെങ്കിൽ വടികൊണ്ടടിക്കണമെന്നോ അതൊന്നും നിർബന്ധമില്ല. तो वो सतावट आएगा करके जरूरी नहीं कोई आके तुमको लकड़ी लेकर तुम्हारे सर पे मारेगा या कोई गोली मार देगा, वैसा होना जरूरी नहीं है. നിങ്ങളെ പല നിലയിൽ ദുഷിക്കും, പഴിക്കും, നിന്ദിക്കും. നിങ്ങളെ യഥാർത്ഥമായി ആത്മാർത്ഥമായും കർത്താവിനെ സേവിക്കുമ്പോഴും നിങ്ങളെ വിടക്കം നെണ്ണി മറ്റുള്ള മുമ്പിൽ മോശമായി ചിത്രീകരിക്കും. അങ്ങനെയുള്ള ഒരുപാട് നിലയിലുള്ള ഉപദ്രവം നേരിടും. यानी कि सतावट बोलो तो बहुत तरीके का सतावट है. तुम लोगों के सामने निंदा करेंगे, तुम्हारे बारे में झूठा गवाही देंगे, तुमको बहुत सताएंगे, ये करेंगे. ऐसा अवस्था में निंदा करके गिरा कर तुच्छ करने का अवस्था में परिस्थिति में गिरा देंगे. അപ്പോൾ യഹോവ ഭക്തിയുള്ള മനുഷ്യനെ കുറിച്ച് പറയാണ്, അവൻ ദോഷങ്ങളെ വിട്ട് ദോഷത്തെ വെറുക്കും. हाँ, तो इसलिए जो सच्चा भक्त जो है यहोवा भय को रखने वाला वो बुराई से दूर रहेगा, नफरत करेगा. അവൻ ഒരിക്കലും പാവമായിട്ട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. यानी पाप के साथ वो कभी समझौता नहीं करेगा, അവൻ വെറുക്കും, वो नफरत करेगा. ഇനി മൂന്നാമതൊരു കാര്യം താൻ പറയുന്നത് അതിന്റെ 10:27 तीसरा बात हम देखते हैं 10:27 में. അതിന്റെ ആരംഭത്തിൽ തന്നെയുണ്ട്, യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. हाँ, उसका 27 का शुरुआत में हम पढ़ते हैं. यहोवा का भय मानने से आयु बढ़ती है. അപ്പോൾ ഇന്ന് ആൾക്കാർ എങ്ങനെയെങ്കിലും കുറച്ച് കൂടുതലാണ് ജീവിച്ചിരിക്കാനായിട്ട് ഇങ്ങനെ അവര് പരിശ്രമിക്കാം. आज लोग मनुष्य के लोग कैसा भी करके लंबा उम्र जीने के लिए बहुत मेहनत करते हैं. അതിന് ജീവനോടും
ശക്തി ഇട്ടോളും അങ്ങനെ ഒരുപാട് ടോണിക്കുകളെല്ലാം കുടിക്കണം. तो वो लोग हम देखते हैं, वो लोग जीवन को आयु बढ़ाने के लिए वो लोग क्या करते हैं, टॉनिक पीते हैं, ये वाला टॉनिक, शरीर का टॉनिक, वो टॉनिक बोलकर पीकर वो लोग ज्यादा दिन जीने जिंदा रहने का कोशिश करते हैं. ഇന്ന് ഇപ്പൊ ഒരുപാട് വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കിട്ടും. और आज बहुत सारा विटामिन टैबलेट्स और सप्लीमेंट्स मिलता है. എന്റെ ദൈവമക്കളെ, ഇതുകളെല്ലാം കഴിച്ചാലും നിങ്ങളുടെ ആയുസ് ദീർഘമാക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വഴി ഒരു യഥാർത്ഥ ഭക്തനായിരിക്കണം. लेकिन ए प्रिय, इतना सब कुछ भी कोशिश करो, ये सब बातों से ले, अगर एक आपका आयु को लंबा करने का अवस्थे में परमेश्वर ने रखा हुआ मार्ग क्या है, एक सच्चा भक्त पूर्वक जीना. ഈ ദൈവത്തിന്റെ വഴികളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. इसलिए परमेश्वर का रास्ता क्या है, सही रीत से जानकर हमें जीना है. നമ്മുടെ ആയുസ് നീട്ടുകയോ കുറയ്ക്കുകയോ അതിനെ പൂർത്തീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നതെല്ലാം ദൈവമാണ്. हमारा उम्र को बढ़ाना, कम करना, उसको स्थिर रखना या पूर्ण रीति तक पहुंचाना, वो करने वाला प्रभु है. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. लेकिन यहोवा के उपस्थिति में भक्ति पूर्वक रहना वो हमारे लाभदायक है, वो फायदा है, अच्छी बात है. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് ഒരുപാട് കാര്യമുണ്ട്, ആ വിഷയം ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പുറപ്പാട് 23:26 അവസാനം വായിക്കുന്നുണ്ട്, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. हाँ, लेकिन उसके विषय में बहुत से बातें हैं, लेकिन मैं सब लेना नहीं चाहता. उसका निर्गमन का पुस्तक, एक्सोडस का पुस्तक 23 का 26 जब हम पढ़ते समय में, एक्सोडस का पुस्तक उसका 23 का 26 का आखिरी भाग में है, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. मैं तेरा तेरी आयु में पूरी करूंगा. हाँ, तेरा आयु को मैं पूरी करूंगा. അപ്പോൾ ഹല്ലേലൂയ, നമുക്ക് പിന്നെ അവിടുന്ന് നീട്ടണമെങ്കിൽ ദൈവത്തിന് കഴിയും. हाँ, यानी कि उसके बाद भी अगर लंबा करना है तो बढ़ाना तो प्रभु करेगा. അപ്പൊ എന്ത് ചെയ്താൽ മതി? लेकिन करना क्या है, അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി. अगर सच्ची में आपको ज्यादा लंबा जीना है तो एक बात आप करें. നമ്മൾ എന്ത് ചെയ്യണം? हमें क्या करना है? നമ്മൾ 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിച്ചില്ലേ? हम लोग 10 का 27 में अभी द्वितीय वचन में पढ़ा ना. അതെ, യഹോവ ഭക്തിയോടെ നമ്മൾ ജീവിക്കുക. यहोवा भय से जिए या भक्ति पूर्वक जिए. അവിടെ വചനപ്രകാരം ദൈവ ആയുസ് ദീർഘമാക്കി തരും. और वचन के अनुसार प्रभु हमारा उम्र को लंबा करके देगा. നിങ്ങൾ ചിന്തിക്കണം, ചിലപ്പോൾ നമ്മുടെ ആയുസ് നമ്മൾ ജനിച്ചപ്പോഴത്തേക്ക് 30 വർഷമായിരിക്കും കുറിച്ചത്. हाँ, अब जरा सोचिए आप लोग, शायद क्योंकि हम लोग जब जन्म लेते समय में वो जन्म की देरी परमेश्वर ने शायद 30 साल तक जिएगा करके ऐसा सोचा होगा. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങൾ ആ ദൈവഭക്തിയോടെ ജീവിച്ചതുകൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. हाँ, लेकिन आप लोगों ने प्रभु की उपस्थिति में ईमानदारी से रहा, भक्ति पूर्वक जिया कि मैं जीऊंगा तो और प्रभु का सेवा कर सकता हूँ. इस उद्देश्य से आप पूरा भक्ति पूर्वक रहने की वजह से इसलिए अभी तक आप जिंदा हो. കാരണം ഞാൻ വിചാരിക്കുന്നത് ഞാനിത് പണ്ടേ തട്ടിപ്പോകേണ്ടതാണ്, പക്ഷേ ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. हाँ, मैं तो मेरा विषय में मैं गवाही देना चाहता हूँ, मैं तो कब का मैं गुजर जाना चाहिए था, लेकिन प्रभु ने अपना दया दिखाकर मेरा उम्र बढ़ा कर दिया है. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ഞാൻ കർത്താവിനോട് വളരെ നന്ദിയുള്ളവനാണ്. इसलिए मैं हमेशा प्रभु को मैं धन्यवाद देते रहता हूँ. ദൈവമക്കളെ, നമുക്ക് ഓരോ ദിവസങ്ങളും ബോണസ് ആയിട്ട് ഇപ്പൊ കിട്ടുക. हे प्रिय प्रभु, एक बात बताना चाहता हूँ, हमें एक दिन एक बोनस स्वरूप दे रहा है जीने के लिए. നിങ്ങൾക്കറിയാമോ, ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലും മുഴുവൻ വിഷമാണ്. എന്നിട്ട് പോലും നിങ്ങൾ ജീവിച്ചിരിക്കല്ലേ? हे प्रिय, आप लोग जो भोजन जो खा रहे हैं, सामान्य भोजन जो खा रहे हैं, वो भी पूरा जहर से भरा है ना, लेकिन प्रभु का अनुग्रह से आप बचे है ना. ഈ അന്തരീക്ഷത്തിൽ പോലും വിഷമാണ്. यहाँ तक ये परिस्थिति देखो ना, ये दुनिया में इतना, हवा में ही कितना जहर है. ഇതെല്ലാം ഇനി മാറണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിടെ വന്ന് രാജ്യം ഭരിക്കണം. ആ സമയത്ത് ഇതെല്ലാം ഒന്ന് ക്ലീൻ ആവും. तो अब अगर ये सब बातें हटना है तो प्रभु अपना राज्य स्थापित करने के बाद ही होगा, तो ही यहाँ पर थोड़ा स्वच्छता आएगा. അല്ലെ, സർക്കാർ പറഞ്ഞില്ലേ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അന്തരീക്ഷം കുറച്ചുകൂടെ സാഫായെന്ന് പറഞ്ഞില്ലേ? हाँ, क्योंकि सरकार ने खुद बोला ना, ये लॉकडाउन पीरियड में क्या हो गया, हमारा परिस्थिति और माहौल थोड़ा शुद्ध हो रहा है. അപ്പൊ ഒരു ലോക്ക്ഡൌൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തെ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടായി. ലോക്ക്ഡൌണിൽ एक लॉकडाउन रखा तो देखो हमारा परिस्थिति में कितना फायदा हो गया. അപ്പോൾ കർത്താവ് വന്ന് രാജ്യം ഭരിക്കുമ്പോൾ ഇതെല്ലാം നല്ല സുന്ദരമായി. मैं तो जरा सोचो, प्रभु आकर जब राज्य करेगा, अधिकार में आएगा, तो ये पूरा बात दुनिया को सुंदर कर देगा. എനിവേ, ഇവിടെ യഹോവ ഭക്തിയുടെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലായില്ല. लेकिन आपको यहोवा भक्ति का लाभ क्या है, आप लोग समझ में आया ना? നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കണ്ട. आपको एक पैसा भी देने का जरूरत नहीं है. അല്ലെ, വിറ്റാമിൻ പൈസ മുടക്കണം. या तो क्या विटामिन खाने लेने के लिए, टॉनिक लेने के लिए पैसा देना पड़ता है. ദൈവമക്കളെ, നിങ്ങൾ യഥാർത്ഥ ഭക്തരായിട്ട് ജീവിക്കുക. प्रियो, आप लोग सच्चा भक्ति पूर्वक जियो. ഈ ഭക്തിയുടെ ഒരുപാട് വിഷയമുണ്ട്, ഞാൻ പിന്നെ വിശദീകരിച്ചു തരാം. ये भक्ति के विषय में और भी बातें हैं, उसका मैं और वर्णन में करूंगा. ഓക്കെ, അത് 4ാമത്തെ കാര്യം ഞാൻ പറയാം. चौथे बात मैं बताना चाहता हूँ. അതേ സദൃശവാക്യം 14:26 उसका 14 का 26 14:26 അതിന്റെ शुरुआत का भाग. അപ്പോൾ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. पढ़ेंगे. यहोवा के भय मानने वाले को दृढ़ भरोसा
भरोसा होता है। दृढ़ भरोसा होता है। അപ്പൊ ഇന്ന് നമുക്കറിയാലോ, ഇന്ന് നമുക്ക് എവിടെ നോക്കിയാലും ആൾക്കാർക്ക് ധൈര്യമില്ല. हाँ, आज हम लोग एक बात हम देखते हैं कि दुनिया में लोगों को भरोसा नहीं है, धैर्य नहीं है। അവര് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭയപ്പെടുകയാണ്. वो लोग छोटे छोटे बातों पे वो लोग डर जाते हैं, घबरा जाते हैं, കാരണം അവര് ഇന്നും മരണഭീതിയിൽ അടിമകളാണ്. क्योंकि वो लोग सब लोग आज मृत्यु का भय में अधीन है। എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെ ഒരു ഭയമില്ല. लेकिन उद्धार पाया हुआ, नया जन्म पाया हुआ विश्वासी को इस तरह का भय अधीन में नहीं है। അപ്പൊ യഥാർത്ഥത്തിൽ ഭയമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. जो सचमुच इस तरह का भय से मुक्त हुआ, मृत्यु का भय से मुक्त हुआ व्यक्ति को परमेश्वर को पूरा संपूर्ण जीवन देकर जी सकता है। അതുകൊണ്ടായിരിക്കാം ദാനിയേൽ 11:32 വായിക്കുന്നത്, യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാല് അവന് ഭയമില്ല, അവന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കാൻ കഴിയും. इसके लिए दानियल का पुस्तक 11 का उसका 32 पे आप पढ़ते समय में, दानियल का पुस्तक 11 का 32 पे आप पढ़ते समय में, उधर हिंदी में पढ़ेंगे 11:32। जो लोग दुष्ट होकर उस वाचा को तोड़ेंगे उनको वह चिकनी चुपड़ी बातें कह कहकर भक्तिहीन कर देगा। हाँ, और जो लोग परमेश्वर का ज्ञान रखेंगे वे हियाव बांधकर बड़े काम करेंगे। हाँ, तो वो लोग हियाव बांधकर बड़े काम करें। जो भक्ति पूर्वक व्यक्ति वो लोग क्या, वो लोग और भक्ति पूर्वक बल प्राप्त करते रहेंगे। അപ്പോൾ ഇവിടെ നല്ല നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. आपने 14 बात हमने देखा, यहोवा भक्ति में क्या होता है, दृढ़ रीति से धैर्य बढ़ते रहता है उसमें। അതിന്റെ 27 വാക്യം വായിക്കാം. അതേ 14:27. उसी 14 का 27 पे आप पढ़ेंगे। അവിടെ വായിക്കുന്നത് എന്താണ്? യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. 27 पूरा पढ़ेंगे। यहोवा का भय मानना जीवन का सोता है और उसके द्वारा लोग मृत्यु के फंदों से बच जाते हैं। വലിയ വിലപ്പെട്ട കാര്യമല്ലേ? कितना मूल्यवान बात है ना प्रियो। പ്രിയമുള്ളവരെ, അത് ദൈവഭയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് ജീവനെ നേടിയിട്ട് നമ്മള് മരണത്തെ വിട്ടുപോകുന്ന ഒരു അനുഭവമാണ്. क्योंकि यहोवा में भय रखना, यहोवा भक्ति पूर्वक जीना मतलब क्या, जीवन को प्राप्त करके मृत्यु से हम छुटकारा पा रहे हैं। അതല്ലേ നമുക്ക് യഥാർത്ഥ ജ്ഞാനമാകുന്ന ക്രിസ്തുവിനെ പ്രാപിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത്. यही तो है ना सच्चा ज्ञानी प्रभु यीशु मसीह को जब हमने प्राप्त किया तो हमारा जीवन में ये हुआ था ना। മരണത്തിന്റെ കണികളെ മാത്രമല്ല, മരണത്തിന്റെ ഭയത്തിൽ നിന്നും മരണത്തിന്റെ അടിമത്തത്തിൽ നിന്നും കർത്താവ് വീഴ്ചില്ലേ? हमें मृत्यु का जंजीर से ही नहीं बल्कि मृत्यु का भय से और मृत्यु का अधिकारी से ही हमें बचाया ना। നമുക്ക് നിത്യജീവൻ ലഭിച്ചു और हमें अनंत काल का जीवन दिया ना। ഒരു ഭക്തൻ എപ്പോഴും ആ ജീവനിൽ വാഴുന്നവനാണ്. एक भक्त सच्ची भक्ति व्यक्ति सच्ची में ये सच्चा जीवन में जीता है। അല്ലെ? നമ്മള് യോഹന്നാൻ 5:24 നമ്മൾ ഇന്നലത്തെ ചിന്തയിൽ നമുക്ക് കാണുന്നുണ്ടായി. നമ്മള് മരണം കടന്ന് ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നു. നമ്മള് നിത്യജീവനിലാണ്. इसके लिए यूहन्ना का सुसमाचार 5:24 में कल भी हमने पढ़ा था, हमने मृत्यु पार करके जीवन में प्रवेश कर चुका है, हम अनंत काल का जीवन में जी रहे हैं अभी। അപ്പോൾ യഹോവ ഭക്തി എന്താണ്? ജീവന്റെ ഉറവാണ്. इसलिए यहोवा भक्ति क्या है, वो जीवन का श्रोता है। എന്ന് പറഞ്ഞാല് ആ ജീവനാണ്, ആ ജീവന്റെ ഉറവയാകുന്ന ക്രിസ്തുവാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. यानी कि जीवन का श्रोता जो मसीह है वही हमारे अंदर राज्य कर रहा है। അതുകൊണ്ട് പുത്രനുള്ളവന് ജീവൻ ഉണ്ടെന്ന് പറയാൻ കാരണം. इसलिए वचन कहता है जिसके पास पुत्र है उसके पास जीवन है। അത് എത്ര വലിയ കാര്യമാണ്, कितना बड़ी बात है। അപ്പോൾ നമ്മളൊരു യഥാർത്ഥ ഭക്തനായാണെങ്കിൽ അവനിൽ ആ ജീവനുണ്ട്. इसके लिए अगर सच्चा भक्ति पूर्वक अगर जीना है तो उसमें वो जीवन रहेगा। ഓക്കെ, ഇനി നമുക്ക് അതിന്റെ 6ാമത്തെ കാര്യം, 5 കാര്യം കണ്ടല്ലോ. 5 बातें हमने देखा। 6ാമത്തെ കാര്യം 6वीं बात അതിന്റെ 15:16, 15 का 16 അതിന്റെ ബി പാർട്ട്. उसका बी पार्ट। അതിന്റെ 16 ബി പാർട്ടിൽ വായിക്കുന്നത്, യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. यहोवा के भय के साथ थोड़ा ही धन उत्तम है। പ്രിയമുള്ളവരെ, ഒരുപാട് ധനവാനായിട്ട് ദൈവമില്ലാത്തവനായി ജീവിച്ചാൽ അവന് സന്തോഷവും സമാധാനം ഉണ്ടായില്ല. ज्यादा धन अगर हमारे पास होकर अगर प्रभु नहीं है तो आनंद और खुशी और शांति नहीं रहेगा। എന്നാൽ ദൈവമുള്ളവന് അല്പധനം ഉള്ളെങ്കിലും അവന് വളരെ സന്തോഷവും സംതൃപ്തിയാണ്. लेकिन जिसके पास परमेश्वर है और थोड़ा ही धन है, वो थोड़ा धन रहेगा अवश्य में, तो भी वो संतुष्ट और तृप्ति में जीता है। ദൈവമുള്ളവന് എപ്പോഴും സംതൃപ്തനായിരിക്കാൻ കഴിയും. क्योंकि जिसके पास परमेश्वर है वो सच्चा संतृप्ति, समाधान और खुशी तृप्तता में वो जी सकता है। നമുക്കറിയാം, പൗലോസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും കർത്താവിൽ സംതൃപ്തനാണ്. क्योंकि पौलोस हमेशा एक बात कहता था, मैं हमेशा मसीह में तृप्त हूँ। ഇവിടെ ഇന്ന് നമ്മള് കർത്താവുള്ളവനായി യഥാർത്ഥ ഭക്തനായി നമുക്ക് ഒന്നുമില്ലെങ്കിലും അതിൽ നമ്മൾ സംതൃപ്തരായി ജീവിക്കാൻ കഴിയുന്നെങ്കിൽ അത് നന്നാണ്. इसलिए एक सच्चा भक्ति जो सच्चा विश्वासियों की विश्वासी जीते समय में उसके पास कुछ भी नहीं है तो भी एक सच्चा तृप्त जीवन में जी सकता है क्योंकि मसीह उसके साथ है। ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ തൃപ്തനായി ജീവിക്കുന്നവനാണ്. इस दुनिया में सबसे बड़ा असली धनवान कौन है? जो तृप्त पूर्वक समाधान पूर्वक जीता है। അപ്പോൾ ഇത് നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഈ മുകേഷ് അംബാനിയെക്കാളും ബിൽഗേറ്റ്സിനേക്കാളും ഒക്കെ ധനവാനാണ്. इसके लिए अगर आप तृप्त जीवन जी रहे यानी कि शांति और समाधान के अनुभव में है तो आप मुकेश अंबानी और बिल गेट्स से भी धनवान है।
പ്രിയമുള്ളവരെ, അവരുടെ കൂട്ടത്തിൽ കർത്താവുണ്ടോ? क्या है प्रिय, उन लोगों के साथ परमेश्वर है क्या? എന്റെ അറിവിൽ ഇല്ലെന്നാ. मेरे जानकारी के हिसाब से नहीं है. അവരിൽ പണമുണ്ട്, उनके पास धन है, പക്ഷെ ഈ പണത്തിന് അവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയുമോ? लेकिन ये धन क्या उनको शांति कमा कर दे सकता है क्या? നിങ്ങൾ അവരെ അടുത്ത് കിട്ടിയതെന്ന് ചോദിക്കണം, നിങ്ങൾ എത്ര ദിവസമായി സമാധാനത്തോടെ ഉറങ്ങിയത്? आप लोग अगर आपको अंबानी या बिल गेट्स से बात करने के लिए मौका मिला तो एक सवाल आप पूछ लेना, कितना दिन हो गया शांति पूर्वक सोकर? നിങ്ങൾ ദൈവമക്കളെ, നിങ്ങൾ ഇന്നലെ രാത്രി എങ്ങനെയാ ഉറങ്ങി? लेकिन हे प्रिय परमेश्वर के बच्चों, मैं आपको पूछना चाहता हूँ, अब कल रात कैसे सोया? നല്ലൊരു ഉറങ്ങിയോ? अच्छे से सो पाए क्या? നമുക്കറിയാം, സംഗീതത്തിന് 4:8 വായിക്കുന്നു, भजन संहिता 4:8 में पढ़ते हैं, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങൂ, നീയല്ലോ യഹോവയെ എല്ലാം ദീർഘയെ വസിക്കുമാറാക്കുന്നത്. मैं 4:8 पढ़ेंगे, मैं शांति पूर्वक मैं शांति से लेट जाऊंगा और सो जाऊंगा, क्योंकि आगे, क्योंकि हे यहोवा, केवल तू ही मुझको एकांत में निश्चित रहने देता है. एकांत में निश्चित होकर मुझे सोने देता आप ही है प्रभु. ഒരു ഭക്തന് ഉറക്കം കൊടുക്കുന്ന ദൈവമാണ്. एक सच्चा भक्त को निद्रा देता है वो परमेश्वर है. സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ കഴിയുന്നത് എത്ര വലിയ സന്തോഷം അറിയാം. എത്ര ധനം കൊടുത്താലും ഈ നടക്കത്തില്ല. एकांत होकर शांत मन से सोने का अवस्था बोला तो प्रियो, कितना भी पैसा देकर कमाने वाली बात नहीं है, यहोवा देने वाली बात है. നമുക്കറിയാം, ഈ ധനവാന്മാർക്ക് ഉറക്കമില്ലെന്ന് പറയാൻ എവിടെയെങ്കിലും ചെറിയ ഒച്ച കേട്ട ഉടനെ കള്ളം വന്നു നോക്കുന്നത്. एक हम लोग धनवान लोगों का अवस्था देखो, वो लोग जब भी सोते लेटे समय में एक छोटा सा आवाज उधर उधर क्या आ गया, वो लोग जल्दी से घबरा कर उठ जाते, क्या सोचकर चोर आया, मेरा धन चुराने के लिए आया बोलकर. ധനവാന്മാർക്കൊന്നും ഒരു സമാധാനം ഇല്ല. इसलिए धनवान लोगों को कोई शांति नहीं है. അപ്പോൾ അല്ലെ ഇവിടെ ദൈവത്തിന് വചനം പറയാണ്, परमेश्वर का वचन कहता है, നിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ, आप लोग ने ध्यान से सुना ना, യഹോവ ഭക്തിയോട് കൂടെ അല്പധനം നല്ലത്. यहोवा भक्ति में थोड़ा सा धन ही उत्तम है. ഈ നമുക്ക് 7ാമതൊരു കാര്യം നോക്കാം. 7वां बात हम देखेंगे. ഞാൻ പെട്ടെന്ന് എടുത്ത കാര്യം നിർത്തതർക്കാലം. फटाक से मैं बोल देता हूँ. 15:33 15:33 അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, उधर हम देखते हैं, യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു. वो शुरुआत पड़ेगा. यहोवा के भय मानने से शिक्षा प्राप्त होती है. ഇവിടെ നമുക്ക് യഥാർത്ഥമായ ശിക്ഷണം ദൈവഭക്തിയിലൂടെയാണ് ലഭിക്കുന്നത്. सच्चा शिक्षण हमें यहोवा भक्ति पूर्वक मिलता है. ഞാനിപ്പോൾ ഒരുപാട് വിശദീകരിക്കുന്നില്ല, मैं ज्यादा वर्णन नहीं करता. സഹായിച്ചാൽ നാളെ ഞാൻ ഇച്ചിരി അല്പമായിട്ട് വിശദീകരിച്ച് പറയാം. प्रभु अगर सहायता किया तो मैं कल थोड़ा और वर्णन करके बताऊंगा. 9ാമത്തെ കാര്യം, 9वीं बात है, അതിന്റെ 19:23 19:23 നമ്മൾ സർച്ചവാക്യം 19:23 नीति वचन 19:23 Proverbs 19:23 യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും. पढ़ेंगे. यहोवा का भय मानने से जीवन बढ़ता है थोड़ा और आगे, और उसका भय मानने वाला ठिकाना पाकर सुखी रहता है. बस ठिकाना पाकर सुखी रहता है, जीवन प्राप्त करता है और सुखी रहता है. നമ്മൾ അവരോട് ചേർന്ന് ഒരു വാക്യോട് വായിപ്പിക്കുക. इसी के साथ मैं जोड़कर एक वाक्य पढ़ाना चाहता हूँ. ഈ സംബന്ധത്തിലാണ്, इसी विषय में है. അതിന്റെ 2 കൊരിന്ത്യർ 9:8 दूसरा कोरिन्थी 9:8 നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി ഉള്ളവരായി സകല സൽപ്രവൃത്തിയിലും പിരിവരണം. നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തരാകും. അപ്പോൾ ഈ പൂർണ്ണ തൃപ്തിയാണ് യഹോവ ഭക്തി കൊണ്ട് ലഭിക്കുന്നത്. 9:8 पढ़ेंगे. परमेश्वर सब प्रकार का अनुग्रह तुम्हें बहुतायत से दे सकता है, जिससे हर बात में और हर समय सब कुछ जो तुम्हें आवश्यकता हो तुम्हारे पास रहे. हिंदी में एक्चुअली वो आया नहीं. यहोवा तुमको सब, प्रभु तुमको सब बात में तुमको तृप्त करे, तुमको तृप्ति दे दे. उस अवस्थे में वो यहोवा का भय मानने वाले व्यक्ति को ही वो तृप्तता मिलेगा, मतलब सब बात का वो खुशहाली का तृप्तता मिलेगा. ദൈവമക്കളെ, അത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ദൈവഭക്തനാണെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാറ്റിനും ഒരു സംതൃപ്തി ഉണ്ടായിരിക്കും. यानी कि क्या, जो सचमुच यहोवा भक्ति पूर्वक जीने वाला व्यक्ति रहेगा उसको वो तृप्तता का या एक संतुष्टि का अनुभव उसको रहेगा. ഇനി ഒരു കാര്യം പറഞ്ഞ് ഈ 10 കൂട്ടം കാര്യം അവിടെ നിർത്തുക. अभी एक और बात बोलकर ये 10 बातों को मैं इधर ही खत्म करता हूँ. അതിന്റെ 22ന്റെ 4ാം വാക്യം, वो 22:4 नीति वचन 22:4 ധാർമ്മിക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. पढ़ेंगे, उसका 4 पूरा पढ़ना है. नम्रता और यहोवा के भय मानने का फल धन, महिमा और जीवन होता है. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവഭക്തിക്ക് പ്രതിഫലം വരും. इसके लिए यहोवा भक्ति करने वाले को प्रतिफल मिलेगा. അത് വളരെ വിലപ്പെട്ട ഒരു കാര്യം. वो बहुत ही मूल्यवान बात है. അപ്പോൾ നമ്മൾ ഇവിടെ അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ദൈവഭക്തി ഇപ്പോഴുള്ള ജീവന്റെയും വരുവാനുള്ള ജീവന്റെയും നമുക്ക് നേട്ടമുള്ളതാണ്. इसलिए यहोवा भक्ति जो है वो केवल इस समय के लिए नहीं बल्कि आने वाले युग के लिए भी वो लाभदायक है. അതുകൊണ്ട് നമുക്ക് ഒരു യഥാർത്ഥ ഒരു ദൈവഭക്തനായി
ജീവിക്കണമെന്നാണ് പൗലോസിനോട് പറയുന്നത് സാരം. एक सच्चा यहोवा भक्त होगा या परमेश्वर को भय मानकर जीने का अवस्था में होना चाहिए, पौलुस कहता है, അത് നമുക്ക് വലിയ പ്രയോജനം ചെയ്യും. और वो हमारे लिए बहुत लाभदायक होगा, फायदामंद होगा. നമുക്ക് ഇച്ചിലൂടെ നമുക്ക് നാളെ ഇച്ചിലൂടെ വിശദീകരിച്ച് നോക്കാം. कल का दिन भी अगर प्रभु दिया तो थोड़ा और इसका विशेष में हम जाएंगे. കർത്താവ് സഹായിക്കട്ടെ. प्रभु हमको सहायता करे, സമയം കടന്നുപോയി, അതുകൊണ്ട് क्योंकि आज समय थोड़ा ज्यादा चला गया इसके लिए. അപ്പോൾ നമുക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ യഥാർത്ഥമായ ദൈവഭക്തി. इसके लिए कुछ लाभदायक बात जो है यहोवा की ओर भक्ति पूर्वक जीना. നമ്മളൊരു യഥാർത്ഥ ഭക്തരായി ജീവിക്കണം. एक सच्चा यहोवा के विषय में भक्ति पूर्वक जीना है. എന്നാൽ ഈ കാലയളവിൽ ഭക്തന്മാരില്ല. लेकिन आज अभी के समय में सच्चा भक्त लोग नहीं है. അപ്പൊ ഞാനൊരു യഥാർത്ഥ ഭക്തനായി ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. इसके लिए मैं एक सच्ची में भक्ति पूर्वक जीवन जी रहा हूं कि नहीं, अपने आप को पूछे. കാരണം ഭക്തി ഈ ലോകത്തിലും നിത്യതയ്ക്കും ലാഭമുള്ളത്. क्योंकि भक्ति यहोवा भक्ति जो है या यहोवा भय जो है वो ये युग की अभी के लिए भी फायदा है, आने वाले युग के लिए भी फायदा है. അതുകൊണ്ട് ഈ പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും പൗലോസിനെ മറച്ചില്ല. ये सब लाभदायक बातों को पौलुस से कुछ छुपा के रखा नहीं. അതുകൊണ്ട് ആ കാര്യങ്ങളെ എടുത്ത് ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തത്. वो बातें जो बातें लिखा हुआ है वो बस आप लोग को याद दिलाया खाली मैंने. ഈ തലമുറയ്ക്കും ഭക്തരായി ജീവിച്ചാൽ ഇപ്പോഴത്തേക്കും വരുവാനിരിക്കുന്നതിനും ലാഭമാണ്. अगर ये पीढ़ी पे अगर हम लोग भक्ति पूर्वक अगर हम जिए तो अभी के लिए भी आने वाले युग के लिए भी फायदा होगा. സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे. കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവർക്കും प्रभु का अनुग्रह हम सब पे बने रहे. आमीन.